നമസ്കാരം. പ്രതിദിന എഡിറ്റോറിയൽ വിശകലന പരിപാടി ബിഗ് എഡിറ്റോറിയലിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഒരു വശത്ത് കോടിക്കണക്കിന് ജനങ്ങളുടെ നികുതി പണവും വോട്ടും വാങ്ങി ഭരണം നടത്തുന്ന, എന്നാൽ പലപ്പോഴും ദീർഘവീക്ഷണമില്ലാത്ത തീരുമാനങ്ങളിലൂടെ പൊതുമുതൽ നഷ്ടപ്പെടുത്തുന്ന സർക്കാരുകൾ. മറുവശത്ത് സർക്കാരിന്റെ ഈ വീഴ്ചകളെയും നിയമങ്ങളിലെ വിടവുകളെയും സ്വന്തം ബുദ്ധിശക്തി കൊണ്ടും ബിസിനസ് തന്ത്രങ്ങൾ കൊണ്ടും കൃത്യമായി ഉപയോഗപ്പെടുത്തുന്ന മിടുക്കൻ അദാനി. വിമാനത്താവളങ്ങൾ, തുറമുഖങ്ങൾ, കൽക്കരി ഖനികൾ, വൈദ്യുത മേഖല തുടങ്ങി രാജ്യം ഭരിക്കുന്നവർ ജനങ്ങൾക്ക് വേണ്ടി കാത്തുസൂക്ഷിക്കേണ്ട തന്ത്രപ്രധാനമായ മേഖലകളെല്ലാം ഇന്ന് അദാനി ഗ്രൂപ്പിന്റെ കൈകളിലേക്ക് ഒന്നൊന്നായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഭരണകൂടങ്ങൾ പരാജയപ്പെടുന്നിടത്താണോ കോർപ്പറേറ്റുകൾ വളരുന്നത്? കേരളം ഭരിച്ച ഇടത് വലത് മുന്നണികൾ മാറി മാറി ഒപ്പിട്ട കരാറുകളിലൂടെ വിഴിഞ്ഞത്തിന്റെ മണ്ണും കടലും നമ്മൾ ആർക്കാണ് എഴുതിക്കൊടുത്തത്? 10,000 കോടി രൂപയുടെ ജനങ്ങളുടെ നികുതി പണം മുടക്കി സർക്കാർ ഭൂമിയും അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കി നൽകിയപ്പോൾ അതിന്റെ ലാഭം മുഴുവൻ കൊയ്യാൻ പോകുന്നത് അദാനി എന്ന ഒരൊറ്റ വ്യവസായിയാണ്. ഇവിടെയാണ് നമ്മുടെ ചോദ്യം. കോടികൾ മുടക്കാൻ ജനങ്ങളും ലാഭം കൊയ്യാൻ അദാനിയും മതിയെന്ന ഈ നയം രൂപീകരിച്ച നമ്മുടെ സർക്കാരുകളാണോ യഥാർത്ഥത്തിൽ മണ്ടൻ സർക്കാരുകൾ? അതോ ജനങ്ങളെ വിഡ്ഢികളാക്കി ഭരണം നടത്തുന്നവരും കോർപ്പറേറ്റുകളും തമ്മിലുള്ള ഒത്തുകളിയാണോ ഇത്? 10,000 കോടി രൂപയുടെ പൊതുമുതലും ജനങ്ങളുടെ നികുതി പണവും മുടക്കി നിർമ്മിച്ച വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് കേരളത്തിന് എന്തു ലാഭമാണ് കിട്ടാൻ പോകുന്നത്? കരാർ പ്രകാരം ആദ്യത്തെ 15 വർഷം കേരളത്തിന് 1 രൂപ പോലും ലാഭവിഹിതമായി കിട്ടില്ല. 15 വർഷത്തിന് ശേഷം വെറും 1% ലാഭം മാത്രം തരാമെന്ന് പറയുന്ന അദാനിയുടെ വ്യവസ്ഥകളിൽ ഒപ്പിട്ട് നൽകിയ UDF സർക്കാരും അതേപടി നടപ്പാക്കിയ LDF സർക്കാരും ജനങ്ങളോട് കാണിച്ചത് ചതിയല്ലേ? ബിഗ് എഡിറ്റോറിയൽ പരിശോധിക്കുന്നു. അദാനിയല്ലേ വ്യക്തമാക്കുന്നുണ്ട്. അദാനിക്ക് എന്ത് അധികാരമാണ് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ? അദാനി എന്റെ സൂപ്പർ ഗവൺമെന്റാണ്. കേരള സർക്കാരിനെ ഇരുട്ടിൽ നിർത്തിയിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ അവർക്കാവുന്നതാണോ അവർ വിചാരിക്കുന്നത്? എന്താ BJP ഭരിക്കുന്ന സംസ്ഥാനമാണ്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അദാനി സൂപ്പറാണ്. അദാനിയുടെ തീരുമാനമാണ് നടപ്പിലാവുക. വേറെ ആരുടെ തീരുമാനം നടപ്പിലാവില്ല. അവർ തീരുമാനിക്കും. അതുപോലെയാണെന്ന് അദാനി ധരിച്ചിട്ടുണ്ടോ? ഇന്നത്തെ ബിഗ് എഡിറ്റോറിയലിൽ നമുക്കൊപ്പം എഡിറ്റോറിയൽ ബോർഡ് അംഗങ്ങളായ ന്യൂസ് ഡയറക്ടർ വേണു ബാലകൃഷ്ണൻ, എക്സിക്യൂട്ടീവ് എഡിറ്റർമാരായ S. വിജയകുമാർ, ജോഷി കുര്യൻ, കോർഡിനേറ്റിംഗ് എഡിറ്റർ ലക്ഷ്മി പത്മ എന്നിവരാണ് പങ്കെടുക്കുന്നത്. ആദ്യം വേണു ബാലകൃഷ്ണനിലേക്ക്. വേണു ബാലകൃഷ്ണൻ, CAG റിപ്പോർട്ട് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഈ കരാർ വഴി അദാനി ഗ്രൂപ്പിന് 10,000 കോടിയുടെ ലാഭം അത് അർഹിക്കുന്നതാണോ അതോ അനർഹമായി കിട്ടുന്നതാണോ എന്ന ചോദ്യം ഒരു ഭാഗത്ത് ബാക്കി. കരാർ കാലാവധി കഴിഞ്ഞാലും തുറമുഖം തിരിച്ചുപിടിക്കാൻ കടുത്ത നിബന്ധനകളാണ് ഉള്ളത്. ഒരു വ്യവസായിക്ക് കൊള്ള ലാഭം ഉണ്ടാക്കാൻ ഭരണഘടനയും നിയമങ്ങളും ഒക്കെ പരവതാനിയാക്കി മാറ്റിയ ഭരണാധികാരികൾ ആ കോർപ്പറേറ്റിന് മുന്നിൽ, ആ മിടുക്കിന് മുന്നിൽ സ്വന്തം നട്ടെല്ല് പോലും വളച്ചു നിൽക്കുകയാണ്. ഇതില് അദാനിക്ക് ഇങ്ങനെ കീഴ്പ്പെട്ടു പോകുന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഈ രണ്ട് ഇടത് വലത് സർക്കാരുകൾ ഭരിച്ചപ്പോഴും അദാനിയോട് ഒരേ നയമായിരുന്നോ ആദ്യം മുതൽ എന്നതിൽ അത് ഡിബേറ്റബിളാണ്. കാരണം VS ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഇങ്ങനെയൊരു ആലോചനയായിരുന്നില്ല. ആ തുറമുഖത്തിൻ്റെ ഉടമസ്ഥത സർക്കാരിൽ തന്നെ നിക്ഷിപ്തമാകുന്ന രൂപത്തിലുള്ള ആലോചനകളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ അതിൽ നിന്ന് ഭിന്നമായിട്ടുള്ളൊരു കരാറിലേക്കാണ് പിന്നീട് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് നാം എത്തുന്നത്. ഈ സൂമിൻ്റെയൊക്കെ കാര്യം നമുക്കറിയുന്നതുമാണല്ലോ. VS സർക്കാരിൻ്റെ കാലത്ത് സൂം ഡെവലപ്പേഴ്സിനെ വെച്ചുകൊണ്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ കേരളം പല ഘട്ടങ്ങളിൽ പരിശ്രമിച്ചിട്ടുള്ളതാണ്. അന്ന് UPA സർക്കാരാണ് അതിന് രാജ്യസുരക്ഷയുടെ കാരണങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അനുമതി നിഷേധിച്ചത്. ആ ചൈനീസ് ബന്ധമൊക്കെയാണെന്ന് സംശയാസ്പദമായി കേന്ദ്രം ചൂണ്ടിക്കാട്ടിയതും. അപ്പോൾ ഈ ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിലാണ് ഈ പറയുന്ന അദാനി വരുന്നത്. ആ അദാനി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീർപ്പാക്കുന്നതിനകത്ത് വലിയ വലിയ നാടകീയതകൾ ഉണ്ടായിരുന്നു. KV തോമസിൻ്റെ വീട്ടിൽ വെച്ചുള്ള കൂടിക്കാഴ്ച എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ആ ഘട്ടത്തിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഒരു വിമാനത്തിൽ വെച്ച് തരൂര് ഈ കാര്യങ്ങൾ ഉമ്മൻചാണ്ടിയെ ബോധ്യപ്പെടുത്തി എന്നൊക്കെ പറയുന്ന വിവരങ്ങൾ. ഇപ്പോൾ ഇന്ന് അതേ തരൂര് തന്നെ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഈ കാര്യത്തിൽ സർക്കാരിൻ്റെ മുൻകൂർ അനുമതി എന്നത് അദാനി നേടേണ്ടത് തന്നെയായിരുന്നു. കൂടാതെ ഇതൊരു മൾട്ടി ഓപ്പറേറ്റർ എന്ന നിലയിൽ തന്നെ വിഴിഞ്ഞ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അതിലൊരു കുത്തക അവകാശം വന്നുകൂടാ എന്ന് അദ്ദേഹവും ആശങ്കകൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ആ പ്രത്യേകതയും ഇന്നത്തെ ദിവസത്തിനുണ്ട്. അപ്പോഴും ഉമ്മൻചാണ്ടിയുടെ സർക്കാരിൻ്റെ കാലത്ത് ഈ 2015 ഇതിൻ്റെ കരാർ ഒപ്പുവെക്കുമ്പോൾ എന്തായിരുന്നു ഹൈക്കമാൻഡ് നിലപാട് എന്ന വിവരങ്ങളും ഇപ്പോൾ നമ്മുടെ മുന്നിലുണ്ട്. അന്നും അദാനി ഇങ്ങനെ പരവതാനി വിരിച്ച് സ്വീകരിക്കുന്നതിൽ താല്പര്യക്കുറവുണ്ടായിരുന്നു കോൺഗ്രസിൻ്റെ കേന്ദ്ര നേതൃത്വത്തിന്. അതിന് കാരണം അദാനി എന്നത് മോദിയുടെ പ്രതിപുരുഷനാണ് എന്നത് കോൺഗ്രസിൻ്റെ എക്കാലത്തെയും ദേശീയ നേതൃത്വത്തിൻ്റെ എക്കാലത്തെയും നിലപാടാണ്.
UPA സർക്കാരുകൾ ഭരിക്കുന്ന ഘട്ടത്തിൽ അദാനി എന്ന് പറയുന്ന ആളിന് കിട്ടിയിരുന്ന സ്വീകാര്യത അല്ലെങ്കിൽ അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞ വളർച്ച, മോദി വന്നതിന് ശേഷം അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞ വളർച്ച, ഈ രണ്ട് കണക്കുകളും ഇപ്പോൾ പൊതുസമക്ഷമുണ്ട്. കൂടാതെ ഈ കോൺഗ്രസ് ദീർഘകാലം ഭരിക്കുന്ന ഘട്ടത്തിലൊക്കെ അദാനി എന്ന് പറയുന്ന ആളെ മുഖ്യമന്ത്രിയായി ഗുജറാത്തിലിരിക്കുമ്പോൾ മോദി സംരക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ അന്നു മുതൽ തന്നെ മോദിയുടെ പോക്കറ്റ് എന്ന് പറയുന്നത് അദാനി തന്നെയാണ്. കൂടാതെ ഫിക്കി എന്ന് പറയുന്ന സംവിധാനമാണല്ലോ ദേശീയ തലത്തിലുള്ളത്. അന്ന് ഈ അദാനിയും മോദി എല്ലാവരും ചേർന്നൊരു സഖ്യമുള്ളത് കൊണ്ട് തന്നെ അദാനിയുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്ന ഒരു സമാന്തരമായ അത്തരമൊരു സംഘടന പോലും ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരിക്കുന്ന ഘട്ടത്തിൽ മോദി ഉണ്ടാക്കിയിട്ടുണ്ട്, മോദിയുടെ കാർമ്മികത്വത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് മോദി അദാനി ബന്ധം, മോദാനി എന്ന രാഹുലിൻ്റെ അടക്കമുള്ള വിമർശനങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നതിന് ഒരു ദീർഘകാല ചരിത്രമുണ്ട്. ആ കോർപ്പറേറ്റിനെ കേരളത്തിലേക്ക് ആനയിക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു പുതിയ ഘട്ടം വരികയാണ്. ഞാൻ പറഞ്ഞു വന്ന ഉമ്മൻചാണ്ടിയുടെ കാലത്തും അതുകൊണ്ട് തന്നെ ഹൈക്കമാൻഡിന് പൂർണ്ണ മനസ്സായിരുന്നില്ല. എന്നാൽ അന്നത്തെ സാഹചര്യത്തിൻ്റെ സവിശേഷതകൾ അവിടെ ഉണ്ടായിരുന്നു. ഭരണവും ഇല്ലാത്ത അവസ്ഥ കോൺഗ്രസിന് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് അദാനി വന്നത്. അദാനിയുടെ ആദ്യ വരവ് സ്മൂത്ത് ആയിരുന്നില്ല. പക്ഷെ പിന്നീട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അത് എത്തി നിൽക്കുന്നത് ഒരിക്കൽ കൂടി ഈ ഹൈക്കമാൻഡിൻ്റെ അദാനി നയം അത് കേരളത്തിൽ ഒരു പുതിയ രാഷ്ട്രീയ ഏറ്റുമുട്ടലിൻ്റെ വേദികയായി ഇപ്പോൾ മാറുകയാണ്. KC വേണുഗോപാൽ ഇപ്പോൾ പറയുന്നത് ദേശീയ നയമാണ്, ഗ്രൂപ്പിൻ്റെ നയമല്ല. അതുകൊണ്ടാണ് KC ഈ കാര്യത്തിൽ ആദ്യം തന്നെ നേരിട്ട് പ്രത്യക്ഷമായൊരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. അതിൻ്റെ ഡിഗ്രി വളരെയധികം കടന്നുപോയിട്ടുണ്ട്. പല വിഷയങ്ങൾ കയറി വരുമ്പോഴും KC എല്ലാ ഔചിത്യത്തോടെയും ഏറ്റവും ഒടുവിൽ പ്രതികരിച്ചത് നാം കണ്ടത് നയപരമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ദേശീയ തലത്തിലായാലും സംസ്ഥാന തലത്തിലായാലും കൂടിയാലോചനകൾ വേണമെന്നായിരുന്നു. അതും കഴിഞ്ഞ് വീണ്ടും അടുത്ത വിവാദ വിഷയം വരികയാണ്. ഇത് പുറമേ നിന്ന് വരികയാണ്. മറ്റ് വിവാദ വിഷയങ്ങളുടെ കാർമ്മികത്വം സതീശൻ തന്നെ മുഖ്യമന്ത്രി നിലയിൽ നേരിട്ട് നിർവഹിച്ചതാണ് എങ്കിൽ ഇത് സതീശൻ തന്നെ അറിയില്ല എന്ന ഒരു നാടകീയതയോടെയാണ് ഇപ്പോൾ പുതിയ വിവാദം വന്നിരിക്കുന്നത്. എന്നാൽ അതിനെ അങ്ങനെ തൊടാതെ വിഴുങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല മറുചേരി. അതുകൊണ്ടാണ് ഈ സതീശൻ്റെ ഈ അറിവില്ലായ്മയും അവർ അംഗീകരിക്കാത്തത്. അദാനിയുടെ സൂപ്പർ സർക്കാരിൻ്റെ കളി തുടങ്ങിയിരിക്കുന്നു എന്ന കാര്യവും അവർ എന്ന രൂപത്തിൽ തന്നെ അവർ വിലയിരുത്തുന്നത്. അതുകൊണ്ട് അദാനിയുമായി ബന്ധപ്പെട്ട് ഒരു BJP സർക്കാരിനെ പോലെ VD സതീശൻ ഇവിടെ പ്രവർത്തിക്കേണ്ട എന്ന് തന്നെയാണ് ഹൈക്കമാൻഡിൻ്റെ ഭാഷ്യം എന്ന നിലയിൽ ഇപ്പോൾ ഇന്നലെ KC വേണുഗോപാൽ വെടിപൊട്ടിച്ചിരിക്കുന്നത്. KPCC യോഗമടക്കം അദ്ദേഹത്തിൻ്റെ പക്ഷം ഇപ്പോൾ കത്ത് നൽകി വിളിച്ചുകൂട്ടാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ക്ലൈമാക്സ് നാം കാണേണ്ടത് KC പക്ഷത്തിന് തന്നെ ഭൂരിപക്ഷമുള്ള മന്ത്രിസഭയിൽ ഈ കാര്യത്തിൽ എന്തൊക്കെ തരത്തിലുള്ള തീരുമാനങ്ങളും അല്ലെങ്കിൽ അഭിപ്രായ പ്രകടനങ്ങളും ഉണ്ടാകുമെന്നതിലാണ് സുജയ പാർവതി. തീർച്ചയായും ജോഷി കുര്യനിലേക്ക് വന്നാൽ, ജോഷി, ഇതിൽ വ്യവസ്ഥയായി പറയുന്നത് തുറമുഖ നിർമ്മാണത്തിലുള്ള ആകെ തുകയുടെ വലിയൊരു പങ്ക് വയബിലിറ്റി ഗ്യാപ് ഫണ്ടിംഗ് VGF ഉൾപ്പെടെ സർക്കാരാണ് നൽകുന്നത്. മാത്രമല്ല തുറമുഖത്തോട് ചേർന്ന് റിയൽ എസ്റ്റേറ്റ്, വിനോദസഞ്ചാര വികസനത്തിനായി വലിയൊരു ഭൂപ്രദേശം, ഇതെല്ലാം അദാനിക്ക് വിട്ടു നൽകിക്കൊണ്ടുള്ള വ്യവസ്ഥകളാണ് ഈ കരാറിൽ 2015 ഒപ്പിട്ട കരാറിൽ പറയുന്നത്. അപ്പോൾ തുറമുഖത്തിന്റെ പേരിൽ ലഭിച്ച ഈ ഭൂമിയിൽ അദാനി ഗ്രൂപ്പ് നടത്തുന്ന വാണിജ്യ സമുച്ചയങ്ങളിൽ നിന്ന്, റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ നിന്ന് ഒക്കെ ഉണ്ടാകുന്ന ലാഭത്തിന്റെ പങ്ക് നമ്മുടെ സംസ്ഥാനത്തിന് കിട്ടുമോ എന്നുള്ള ഒരു ചോദ്യം ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ വിഴിഞ്ഞം ഒരു തുറമുഖ പദ്ധതിയാണോ അതോ അദാനിക്ക് സൗജന്യമായി റിയൽ എസ്റ്റേറ്റ് നടത്താൻ സർക്കാർ ഭൂമി എഴുതി കൊടുത്തതാണോ എന്ന ഒരു ചോദ്യം കൂടി മറുഭാഗത്ത് അടുത്തതായി ഉയർത്താൻ പോകുന്നത്. ഈ ചോദ്യങ്ങളാണ് ഇപ്പോൾ വേണുഗോപാലകൃഷ്ണൻ പറഞ്ഞു നിർത്തിയതിന്റെ തുടർച്ചയായി പാർട്ടിക്കുള്ളിൽ, മുന്നണിക്കുള്ളിൽ, പ്രതിപക്ഷ നിരയിൽ നിന്ന് ഒക്കെ VD സതീശൻ നേരിടേണ്ടി വരുന്ന ചോദ്യങ്ങളുടെ എണ്ണം കൂടുകയാണ്. ജോഷി, അത് VD സതീശൻ നേടേണ്ടിരുന്ന ചോദ്യമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനും അപ്പുറത്ത് ഈ കരാർ ഒപ്പിട്ടതുമായി ബന്ധപ്പെട്ട് 2015 ആദ്യം ഉണ്ടാക്കിയ കരാറുകളുണ്ടല്ലോ. 2015 ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഒപ്പിട്ട കരാർ, ആ കരാർ വ്യവസ്ഥകളിലടക്കം ഉണ്ടായ വലിയ പഴുതുകളുണ്ട്, വലിയ പാളിച്ചകളുണ്ട്. സ്വാഭാവികമായും അന്ന് ആ കരാറുകൾ ഉണ്ടാക്കിയപ്പോൾ ഉണ്ടായ പാളിച്ച പിന്നീട് ഇതിനെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. 2017 മെയ് മാസം 23-ാം തീയതി കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ സമർപ്പിച്ച റിപ്പോർട്ടുണ്ട് സംസ്ഥാന സർക്കാരിന്റെ പക്കൽ. 2017 മെയ് മാസം 23-ാം തീയതി സമർപ്പിച്ച റിപ്പോർട്ടിൽ ഈ 2015 തയ്യാറാക്കിയ ഈ കരാറിൽ വ്യവസ്ഥകളിൽ എന്തൊക്കെയാണ് പഴുതുകൾ ഉണ്ടായത്, പാളിച്ചകൾ ഉണ്ടായത് എന്ന് വളരെ വ്യക്തമായി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൽ പ്രധാനമായും പറയുന്നത് കാലാവധിയിലെ ഇളവാണ്. അതായത് 40 വർഷത്തേക്ക് ഒരു കുത്തക കരാറാണ് ഇതുമായി ബന്ധപ്പെട്ട് സാധാരണഗതിയിൽ പ്രൈവറ്റ് പബ്ലിക്
വർഷത്തെ കാലാവധിയാണ് നൽകുന്നത്. പക്ഷേ ആ കാലാവധി വിഴിഞ്ഞത്ത് ഇത്തരത്തിൽ നൽകിയതിൽ യാതൊരു ന്യായീകരണവുമില്ല എന്നുള്ളതാണ് ഈ PPP കരാറിനെ കുറിച്ച് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ നൽകിയ ഈ റിപ്പോർട്ടിലുള്ളത്. മാത്രമല്ല ഈ അധിക 10 വർഷം വഴി 29,217 കോടി രൂപയുടെ അധിക വരുമാനം അദാനിക്ക് ലഭിക്കും എന്നുള്ളതാണ് C&AGയുടെ റിപ്പോർട്ടിലുള്ളത്. ഈ കരാറിലെ മറ്റ് വ്യവസ്ഥകൾ സംബന്ധിച്ചുള്ള തെറ്റുകൾ അല്ലെങ്കിൽ പാളിച്ചകൾ സംബന്ധിച്ച് പറയുന്ന ഇതാണ്: പദ്ധതിയുടെ മൊത്തം നിക്ഷേപത്തിന്റെ 67% സർക്കാരാണ്. എന്നാൽ സർക്കാരിന് ലാഭവിഹിതം കിട്ടിത്തുടങ്ങാൻ കാലതാമസം വരും. 2034, അത് ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 2034 1% സർക്കാരിന് ലാഭം കിട്ടുക. പിന്നീട് ഓരോ വർഷവും ഓരോ ശതമാനം എന്ന നിലയിൽ ലാഭം കൂടി വരും. അത് ആ കണക്ക് ശരിയായില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മൂന്നാമത്തേത്, ഈ അദാനി കമ്പനി നടത്തിയിരിക്കുന്ന ഒരു വാല്യുവേഷൻ ഉണ്ട്. അതായത് ഇപ്പോൾ ഈ പറയുന്ന ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് അദാനി കമ്പനി നടത്തിയിരിക്കുന്ന ഒരു വാല്യുവേഷൻ ഉണ്ട്. ഇപ്പോഴത്തെ വാല്യുവേഷൻ എന്ന് പറയുന്ന ആ പദ്ധതിക്ക് അവർ നൽകിയിരിക്കുന്നത്, ഈ നടത്തിപ്പ് കരാറിന് നൽകിയിരിക്കുന്നത് 27,000 കോടി രൂപയാണ്. ആ 27,000 കോടിയുടെ 49% ഈ പറയുന്ന 13,000 കോടിയായി ഇപ്പോൾ അവർ ഈ MSCക്ക് കൊടുക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. അതായത് അദാനിക്ക് ഈ തുറമുഖവുമായി ബന്ധപ്പെട്ട് കാര്യമായ മുതൽ മുടക്കില്ല എന്നുള്ളതായിരുന്നു അന്നത്തെ പ്രധാനപ്പെട്ട C&AG റിപ്പോർട്ടിലെ കണ്ടെത്തൽ. അതായത് അദാനി ഒരു തുറമുഖം നിർമ്മിക്കുന്നു, ആ തുറമുഖവുമായി ബന്ധപ്പെട്ട ഭൂമിയും മറ്റ് അനുബന്ധ സൗകര്യങ്ങളും സർക്കാർ സ്വന്തം ഖജനാവിൽ നിന്ന് പണം നൽകി ഏറ്റെടുത്ത് നൽകുന്നു. അങ്ങനെ വാല്യുവേഷൻ കൂട്ടി അദാനിക്ക് ലാഭം ഉണ്ടാക്കുന്ന നിലയിലേക്ക് ആണ് ഈ കരാർ പോയിരിക്കുന്നത്. മാത്രമല്ല, നേരത്തെ സുജയ് ചോദിച്ചതുപോലെ തന്നെ തുറമുഖത്തിന്റെ ആസ്തികൾ പണയം വെച്ച് ബാങ്കുകളിൽ നിന്ന് വായ്പ എടുക്കാനുള്ള അനുമതി ഈ കരാർ നൽകിയിരിക്കുന്നു. 2015 കരാർ നൽകിയിട്ടുണ്ട്. അതായത് സർക്കാരിന്റെ ഭൂമിയും ആസ്തിയും ഉപയോഗിച്ച് അദാനിക്ക് തങ്ങളുടെ ഖജനാവോ അല്ലെങ്കിൽ തങ്ങളുടെ ബിസിനസ്സോ വിപുലപ്പെടുത്താനുള്ള അവസരം ഇതുവഴി നൽകിയിട്ടുണ്ട്. മാത്രമല്ല, അവസാന നിമിഷം കരാറിൽ വരുത്തിയ ചില മാറ്റങ്ങളുണ്ട്. അതുവഴി 283 കോടി രൂപ അദാനിക്ക് മുൻകൂറായി നൽകി. ഇതുവഴി 123 കോടി രൂപയുടെ പലിശ നഷ്ടം സർക്കാരിനുണ്ടായി എന്ന് C&AGയുടെ റിപ്പോർട്ടിലുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ ഈ നികുതി പണം ഉപയോഗിച്ച് പശ്ചാത്തല സൗകര്യവും ഭൂമിയും അദാനിക്ക് വേണ്ടി ഒരുക്കി കൊടുക്കുന്നു. പകരം കാര്യമായ സാമ്പത്തിക റിസ്ക് ഇല്ലാത്ത ഒരു തുറമുഖം അദാനി ഉണ്ടാക്കുന്നു. അതിന്റെ ലാഭം മുഴുവൻ അദാനി കൊണ്ടുപോകുന്നു എന്നുള്ളതായിരുന്നു C&AGയുടെ കണ്ടെത്തൽ. ഒരൊറ്റ കാര്യം കൂടി പറയാം. ഇതിനുശേഷം ഈ 2018 ഈ പിണറായി സർക്കാർ വന്നതിന് ശേഷം C&AG റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് ഒരു CN രാമചന്ദ്രൻ നായർ അധ്യക്ഷനായ ഒരു കമ്മീഷനെ ഇതിൽ പാളിച്ചയുണ്ടോ, കരാറുകളിൽ പാളിച്ചയുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി നിയോഗിച്ചിരുന്നു. ഈ കമ്മീഷൻ കണ്ടെത്തിയ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, സർക്കാരിന് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടായിട്ടുണ്ട്, ഖജനാവിന് നഷ്ടം ഉണ്ടായിട്ടുണ്ട് ഈ കരാർ വഴി. പക്ഷേ വ്യക്തിപരമായ നേട്ടം ആരെങ്കിലും ഉണ്ടാക്കിയതായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ഇതിൽ പ്രധാനമായും പറയുന്നത്, ഈ കരാറിലെ വ്യവസ്ഥകൾ അത് അദാനിക്ക് അനുകൂലമായി പോയി, സർക്കാരിന് കാര്യമായ പ്രയോജനം ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ ഈ വ്യവസ്ഥകൾ തുടക്കത്തിൽ 2015 ഇത് തയ്യാറാക്കിയപ്പോൾ ഒന്നുകൂടി പരിശോധിക്കേണ്ടതായിരുന്നു. ആ വ്യവസ്ഥകളാണ് ഇപ്പോഴും അദാനിക്ക് ഗുണകരമാകുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ വ്യവസ്ഥകളിന്മേൽ പരിശോധനകൾ നടത്താൻ, ഇനിയിപ്പോൾ കരാർ മാറ്റുമ്പോൾ അതിന്മേൽ പരിശോധനകൾ നടത്താൻ, വേണ്ട രീതിയിൽ കൃത്യമായി കാര്യങ്ങൾ നോക്കാൻ ഈ സർക്കാരിന് കഴിയുമോ? കഴിഞ്ഞ 10 വർഷക്കാലമായുള്ള സർക്കാർ അത് ചെയ്തില്ല. ഈ സർക്കാർ അത് ചെയ്യുമോ എന്ന ചോദ്യം അവിടെ ബാക്കിയാണ്. ഇത് BJP സർക്കാർ അല്ല എന്ന് KC വേണുഗോപാലിന് പറയേണ്ടി വരുന്നതും ഈ ഒരു ഘട്ടത്തിലാണ്. S. വിജയകുമാർ, സാധാരണയായി ഇത്തരം PPP പ്രോജക്ട്സിന്റെ ഒക്കെ കാലാവധി 30 വർഷമാണ്. പക്ഷേ വിഴിഞ്ഞത്തിന്റെ കരാർ കാലാവധി 40 വർഷമാണ്. മാത്രമല്ല, ചില നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ ഇത് 20 വർഷം കൂടി ഈ 40+20 നീട്ടാൻ അദാനിക്ക് അവകാശമുള്ള രീതിയിലാണ് കരാറിൽ വ്യവസ്ഥ കൊണ്ടുവന്നിരിക്കുന്നത്. ദേശീയ തലത്തിൽ പോലും ഇത്തരം തുറമുഖങ്ങളുടെ കരാർ 30 വർഷമായിരിക്കെ ഈ വിഴിഞ്ഞത്തിന് മാത്രം, അദാനിക്ക് മാത്രം 40 വർഷം അനുവദിച്ചത് എന്തിനാണ്? അതിനുള്ള മറുപടികളൊന്നും അന്ന് ഒപ്പിട്ടതും UDF ആണ്. ഇന്നിപ്പോൾ നടപ്പാക്കലിലേക്ക്, അതുപോലെ ഓഹരി കൈമാറ്റത്തിലേക്കൊക്കെ അനുമതി കൊടുക്കാൻ പോകുന്നതും UDF ആണ്. അപ്പോൾ CAG ചൂണ്ടിക്കാണിച്ചതുപോലെ കരാർ കാലാവധി നീട്ടുന്നത് വഴി വീണ്ടും അധിക ലാഭം, 10,000 കോടിയുടെ അധിക ലാഭം, ഇങ്ങനെ അദാനിയെ സഹായിച്ചുകൊണ്ടേയിരിക്കുകയല്ലേ മാറി മാറി വരുന്ന സർക്കാരുകൾ? സുജി, അന്ന് ഈ പറയുന്ന CAG കണ്ടെത്തിയ ഒരു പ്രധാനപ്പെട്ട കാര്യം ജോഷി പറഞ്ഞതിനോട് ചേർത്ത് പറയേണ്ടതാണ്. സുജയ് ചോദിച്ചതുപോലെ ഈ 30 വർഷമാണ് സാധാരണ PPP മോഡലുകളുടെ കരാർ കാലാവധി. അത് 40 വർഷമാക്കിയതിലൂടെ അദാനിക്ക് കിട്ടുന്ന ലാഭം എന്ന് പറയുന്നത് 29,217 കോടി രൂപയാണ്. അത്രയും കോടി രൂപ അധികമായി കിട്ടുന്നതിന് വേണ്ടിയാണ് ഈ 30-ൽ നിന്ന് 10 വർഷം കൂടി നീട്ടി 40 വർഷമാക്കി കൊടുത്തത്. അവിടെയും അവസാനിക്കുന്നില്ല. സുജയ് പറഞ്ഞതുപോലെ അത് കഴിഞ്ഞ് വേണമെങ്കിൽ 20 വർഷം കൂടി പ്രത്യേക സാഹചര്യങ്ങളിൽ അദാനിക്ക് കരാറിന്റെ തുടർച്ചയായി വിഴിഞ്ഞത്ത് പ്രവർത്തിക്കാൻ കഴിയും. അപ്പോൾ 20, 10, 30 വർഷമാണ് അദാനിക്ക് അധികമായി വേണമെങ്കിൽ കിട്ടാൻ പോകുന്നത്. അപ്പോൾ ആ വഴിക്ക് അദാനിക്ക് ഉണ്ടാകാൻ പോകുന്നത് എത്ര ഭീമമായ ലാഭമാണ് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ.
ഇപ്പം വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡ് വിസിൽ ഉണ്ടല്ലോ. അപ്പോൾ ഈ സ്ഥാപനം അദാനിക്ക് വേണ്ടി കരാറിൽ എന്താ വെച്ചാൽ അദാനിയെ കൊണ്ടുവരാൻ വേണ്ടി നടത്തിയ ഇടപെടൽ ആ സമയത്ത് തന്നെ വലിയ ചർച്ചയായതാണ്. ഏകപക്ഷീയമായി കരാറിൽ ഭേദഗതി വരുത്തി ഒരു സിംഗിൾ ഏക ഒരു ബിഡറായി മാത്രം അദാനി മാത്രം ഉണ്ടാകുന്ന തരത്തിൽ ബിഡ് ചെയ്യാൻ അദാനി മാത്രം ഉണ്ടാകുന്ന തരത്തിൽ ആ കരാറിൽ മാറ്റങ്ങൾ വരുത്തിയെന്നത് അന്ന് വലിയ ആരോപണം ഉണ്ടായതാണ്. അപ്പോൾ നിർഭാഗ്യവശാൽ ഇതിനെപ്പറ്റി അന്വേഷിക്കാൻ ഇപ്പോൾ CAG റിപ്പോർട്ടിലെ ഇത്തരം പരാമർശങ്ങളെ പറ്റി അന്വേഷിക്കാൻ വേണ്ടി ഇപ്പോൾ CAG റിപ്പോർട്ടിലെ കൂടുതൽ കാര്യങ്ങൾ ജോഷി പറഞ്ഞതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. അതിനെപ്പറ്റി അന്വേഷിക്കാൻ വേണ്ടി ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരെ വെച്ചപ്പോൾ ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ കമ്മിറ്റി കണ്ടെത്തിയത് വളരെ പ്രധാനപ്പെട്ട വളരെ വിചിത്രമെന്ന് ഞാൻ ഈ ഘട്ടത്തിൽ പറയുന്നത്, ഇത്തരം ഗൗരവമുള്ള ഇൻഫ്രാസ്ട്രക്ചർ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളിൽ ഈ നിലയിലുള്ള ചില സൗജന്യങ്ങൾ ചില ഇടപെടലുകൾ വേണ്ടിവരും. അതിനെ CAG കണ്ടത് മറ്റു ചില പദ്ധതികളുമായി ചേർത്താണ്. അങ്ങനെ കാണുമ്പോഴാണ് ഈ കുഴപ്പങ്ങൾ ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞ് ഈ CAG റിപ്പോർട്ടിലെ കണ്ടെത്തലുകളെ തള്ളുകയായിരുന്നു ജുഡീഷ്യൽ കമ്മീഷൻ ചെയ്തത്. യഥാർത്ഥത്തിൽ ആ ജുഡീഷ്യൽ കമ്മീഷൻ ഈ കരാറുമായി മുന്നോട്ട് പോകുന്നതിനൊക്കെ പിന്നീട് ഗുണമാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കരാറ് എന്ന് പറയുന്നത് ഈ വിഴിഞ്ഞത്തിന്റെ കരാർ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അദാനിക്ക് വേണ്ടി രൂപപ്പെട്ടതാണ്. പല സാഹചര്യങ്ങൾ ഇപ്പോൾ അതിലെ കാലാവധി, അതിലെ മറ്റ് ടേംസ് ആൻഡ് കണ്ടീഷൻ, ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന ഈ ദിവസങ്ങളിൽ ചർച്ച ചെയ്യുന്ന 74% ഓഹരി വിൽപ്പന ഉൾപ്പെടെ ഈ കരാറിന്റെ ഭാഗമാണല്ലോ. അപ്പോൾ അതിലൊന്നും ഒരു തർക്കവുമില്ലാതെ നമ്മൾ അതിനൊക്കെ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കരാർ. അപ്പോൾ ഇനിയിപ്പോഴത് മുൻകൂർ അനുമതി എന്നതൊക്കെയുള്ള വളരെ സാങ്കേതിക നടപടികൾ മാത്രമാണ്. അടിസ്ഥാനപരമായി കരാർ മുഴുവൻ നടപ്പായി എന്നും അത് മുഴുവൻ ഈ സർക്കാരുകൾ ഒപ്പിട്ടു എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. അത് അദാനിക്ക് വേണ്ടി, ഇപ്പം അദാനി കേരളത്തിൽ ഒരു ബിസിനസ് നടത്താൻ വരുന്നതാണ്, അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അദാനി കേരളത്തിൽ ബിസിനസ് നടത്താൻ വരുമ്പോൾ നമുക്കും അദാനിക്കും ഒരുപോലെ ഗുണമുണ്ടാകുന്ന ഒരു കരാറിൽ ഏർപ്പെടുക എന്നതാണ് ഒരു ജനകീയ ജനാധിപത്യ സർക്കാരിൻ്റെ പ്രാഥമികമായ പരമപ്രധാനമായ ദൗത്യം. അതിൽ ഈ സർക്കാരുകൾ വിജയിച്ചിട്ടുണ്ടോ എന്നതാണ് ചോദ്യം. നിർഭാഗ്യവശാൽ ഈ കരാർ പരിശോധിക്കുന്ന ഏത് ചെറിയ കുട്ടിക്ക് പോലും മനസ്സിലാകും അങ്ങനെ കേരളത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെട്ടുകൊണ്ട് അദാനിക്കും കേരളത്തിനും തുല്യമായ നിലയിൽ ഗുണം ചെയ്യുന്നതല്ല ഈ കരാർ. ഇത് ഏകപക്ഷീയമായി അദാനിക്ക് ഗുണം ചെയ്യുന്ന ഒരു കരാറാണ്. നമുക്ക് ഓരോ വർഷവും ഓരോ ശതമാനം ലാഭം കിട്ടുന്നത് തന്നെ എപ്പോൾ മുതലാണ് എന്ന് നമ്മൾ കണ്ടു. അപ്പോൾ അതുവരെ അദാനിക്ക് മാത്രമാണ് ലാഭം, നമുക്ക് ഒരു ലാഭവുമില്ല. നമ്മൾക്ക് കേവലം ഫെസിലിറ്റേറ്ററുടെ റോള് മാത്രമാണുള്ളത് എന്ന് നമ്മൾ പറയും. ഇപ്പോൾ KC വേണുഗോപാൽ ഒരു കാര്യം പറഞ്ഞല്ലോ, എന്താണ് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ BJP ആണ് കേരളം ഭരിക്കുന്നത് അദാനി ഓർത്തോ എന്ന്. അപ്പോൾ KC വേണുഗോപാൽ അങ്ങനെ ചോദിക്കുമ്പോൾ KC വേണുഗോപാൽ ഓർക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഞാൻ BJP അല്ലാത്ത ചില സംസ്ഥാനങ്ങളുടെ കാര്യങ്ങൾ പറയട്ടെ. തെലങ്കാന നിലവിലെ കോൺഗ്രസ് സർക്കാരാണല്ലോ, അവിടെ 12,400 കോടി രൂപയുടെ 4 സുപ്രധാന കരാറുകളിലാണ് അദാനി ഒപ്പുവച്ചിരിക്കുന്നത്. അതിൽ കർണാടക നോക്കൂ, അവിടുത്തെ വൻകിട ടണൽ റോഡ് പദ്ധതി അതിൻ്റെ കരാർ എടുത്തിരിക്കുന്നത് അദാനിയാണ്. അവിടെ ഊർജ്ജ തുറമുഖ മേഖലയിൽ ഈ മുഖ്യമന്ത്രിയായിരുന്ന സിദ്ധരാമയ്യയുടെ ആദ്യ ഭരണകാലത്ത് തന്നെ, അത് 2013-18 തന്നെ 21,000 കോടിയുടെ നിക്ഷേപമാണ് അദാനി നടത്തിയത്. രാജസ്ഥാനിലേക്ക് വരിക, അവിടുത്തെ മുൻ കോൺഗ്രസ് സർക്കാരിൻ്റെ കാലത്ത് അവിടെ നടന്ന ഇൻവെസ്റ്റ് രാജസ്ഥാൻ ഉച്ചകോടി 65,000 കോടി രൂപയുടെ പദ്ധതിയാണ് അവിടെ അദാനി പ്രഖ്യാപിച്ചത്. അന്ന് അവിടെ ഗൗതം അദാനി നേരിട്ടാണ് ആ പരിപാടിയിൽ പങ്കെടുത്തത്. അവിടെ സോളാർ പാർക്ക് 1,600 ഹെക്ടർ ഭൂമിയാണ് അദാനിക്ക് അവിടുത്തെ അശോക് ഗെഹ്ലോട്ട് സർക്കാർ അനുവദിച്ചത്. ഛത്തീസ്ഗഡിൽ നേരത്തെ കോൺഗ്രസ് സർക്കാരിൻ്റെ കാലത്ത് അവിടെ പാർസ ഈസ്റ്റ് കെട്ടെ ബസാൻ എന്ന് പറയുന്ന PEKB അവിടെ കൽക്കരി ബ്ലോക്കിന്റെ 2ാം ഘട്ട ഖനനത്തിന് 25,000 കോടി രൂപയുടെ നിക്ഷേപമാണ് അദാനി അവിടെ നടത്തിയത് കോൺഗ്രസ് സർക്കാരിന്റെ കാലത്ത്. BJP ഇതര സംസ്ഥാനങ്ങൾ വ്യാപകമായി ഈ പറയുന്ന അദാനിയുടെ നിക്ഷേപം സ്വീകരിച്ചിട്ടുണ്ട്. എന്ന് മുതലാണ് കോൺഗ്രസ് അദാനിയെ വിമർശിച്ചു തുടങ്ങിയത്? അപ്പോൾ കേരളത്തിലെ ഇപ്പോൾ രാഹുൽ ഗാന്ധി മോദി അദാനി കൂട്ടുകെട്ടിനെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ ഈ മോദി അദാനി കൂട്ടുകെട്ട് രാഹുൽ ഗാന്ധി പറയുന്നതിന് മുമ്പ് കോൺഗ്രസ് അദാനി കൂട്ടുകെട്ടുണ്ട് ഈ സംസ്ഥാനങ്ങളിൽ. ഞാൻ പറഞ്ഞ ഈ സംസ്ഥാനങ്ങളിൽ ഗോയിങ് പ്രോജക്റ്റുകൾ ഇതിൽ പലതും. അതിനെ നിഷേധിക്കാൻ കഴിയുമോ KC വേണുഗോപാലിന്? കേരളത്തിലെ സവിശേഷ സാഹചര്യം, കേരളത്തിൽ മുഖ്യമന്ത്രി VD സതീശനെതിരെ KC വേണുഗോപാൽ ഒരു പോർമുഖം തുറക്കുന്നത് അദാനി വഴിയാണ്. അതുകൊണ്ടാണ് ആ പറയുന്ന രൂക്ഷമായ വിമർശനം ഉണ്ടായത്. അത് എത്രത്തോളം ആത്മാർത്ഥമായ വിമർശനമാണ്, എത്രത്തോളം ആത്മാർത്ഥമായി അദാനിയെ കോൺഗ്രസ് എതിർക്കുന്നു എന്നതിൽ എനിക്ക് സംശയമുണ്ട്. അതിന് ഉദാഹരണമാണ് സുജ ഞാൻ ചൂണ്ടിക്കാട്ടിയത്. വേണമെങ്കിൽ അതിന്റെ വിശദാംശങ്ങളിലേക്ക് ആവശ്യമെങ്കിൽ വരാനും ഞാൻ തയ്യാറാണ്, സമയം കിട്ടുകയാണെങ്കിൽ. സുജ.
വെൽക്കം ബാക്ക് ടു ബിഗ് എഡിറ്റോറിയൽ. ലക്ഷ്മി പത്മ, ഇതുവരെ നമ്മൾ 3 നിലപാടുകൾ കേട്ട് കഴിഞ്ഞു. ഇനി അറിയേണ്ടത് അദാനി ഗ്രൂപ്പ് നടത്തുന്ന ഈ ഒരു കുത്തകവൽക്കരണം, ആ കുത്തകവൽക്കരണത്തിനെതിരെ രാഹുൽ ഗാന്ധി ശക്തമായ നിലപാട് പാർലമെന്റിനകത്തും പുറത്തും എടുത്തിട്ടുള്ളയാളാണ്. AICC നേതൃത്വം ദേശീയ തലത്തിലടക്കം ശക്തമായ സമരങ്ങൾ നയിച്ചിട്ടുള്ളതാണ്. പക്ഷേ കേരളത്തിലെ VD സതീശൻ നയിക്കുന്ന UDF സർക്കാർ ആ രീതിയിലുള്ള പ്രത്യക്ഷത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തുന്നതിൽ നിന്ന് തന്ത്രപൂർവ്വം ഒഴിഞ്ഞു മാറി നിൽക്കുകയാണ്. അധികാരമേറ്റ മെയ് 18 മുതൽ ഇന്ന് വരെയുള്ള ദിവസങ്ങളിൽ പേരിനൊരു വിമർശനമല്ലാതെ മറ്റൊന്നും നമ്മൾ കാണുന്നില്ല. അപ്പോൾ പാർട്ടിയുടെ ദേശീയ നയത്തെ വഞ്ചിച്ചോ VD സതീശൻ? അങ്ങനെ പറയാൻ കഴിയില്ല സുജയ. ഇപ്പോൾ ഈ കരാറിൽ 2015 ഉമ്മൻചാണ്ടി സർക്കാർ ഒപ്പുവെക്കുമ്പോൾ ഉള്ള തെറ്റുകുറ്റങ്ങൾ അത് ശരിയാണ്. കുറച്ചുകൂടി നല്ല ഒരു കരാറിൽ ഒപ്പുവെക്കാമായിരുന്നു. സംസ്ഥാനത്തിന് കൂടുതൽ ലാഭമുണ്ടാക്കുന്ന വിധത്തിൽ സംസ്ഥാന താല്പര്യം സംരക്ഷിക്കുന്ന ഒരു കരാറിൽ ഒപ്പുവെക്കാമായിരുന്നു. പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ അദാനി കമ്പനിക്ക് ലാഭമുണ്ടാകുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാകുന്നത്. കരാർ പരിശോധിക്കുമ്പോഴും അതുമായി ബന്ധപ്പെട്ട ഇടതുപക്ഷം ഉയർത്തിയ രാഷ്ട്രീയ വിമർശനങ്ങളും അത് തന്നെയായിരുന്നു. പക്ഷേ ഇനി ഇത്രയും പുരോഗമിച്ച ഒരു പദ്ധതിയിൽ നിന്ന് ഉള്ള ഒരു പിന്നോട്ട് പോക്ക് എങ്ങനെയാണ്? ഇവിടെ 13,220 കോടിയുടെ നിക്ഷേപം എത്തുമ്പോൾ, MSC കമ്പനിയുടെ നിക്ഷേപം എത്തുമ്പോൾ അതിനെ തള്ളിപ്പറയണമെങ്കിൽ, ഇതിപ്പോൾ അദാനിയെ തള്ളിപ്പറയുന്നതിന്റെ ഭാഗമായി നമ്മൾ MSCയെയും തള്ളിപ്പറയണം എന്ന നിലപാടാണോ കോൺഗ്രസ് നേതൃത്വം സ്വീകരിക്കുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. അങ്ങനെ സ്വീകരിക്കുകയാണെങ്കിൽ ഉറപ്പായും ഇപ്പോൾ VD സതീശൻ സർക്കാർ തന്നെ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത് ഒരു നിയമോപദേശം തേടിയിട്ടുണ്ട്. കരാർ ലംഘനം സംഭവിച്ചോ, നമ്മൾ ഈ ആരോപിക്കുന്ന കരാർ ലംഘനത്തെക്കുറിച്ച് സംഭവിച്ചു എന്ന് കൃത്യമായി അറിയണമെങ്കിൽ നിയമോപദേശം നിയമപരമായി പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ആ കരാർ അനുസരിച്ച് നിയമലംഘനം സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് എന്റെ പരിശോധനയിൽ മനസ്സിലാകുന്നത്. പക്ഷേ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർക്കത് പരിശോധിക്കേണ്ട ആവശ്യമുണ്ട്. അവർ ആ നിയമ പരിശോധന നടത്തുന്നുണ്ട്. ഇനി മതിയായ കാരണമില്ലാതെ ഇതിൽ നിന്ന് പിന്മാറുകയാണ്, ഇതിന് അനുമതി കൊടുക്കുന്നില്ല സംസ്ഥാനം എന്നിരിക്കട്ടെ. ഈ കമ്പനിക്ക് ആർബിട്രേഷന് പോകാൻ കഴിയും, അദാനിക്ക് ആർബിട്രേഷന് പോകാൻ കഴിയും. അപ്പോൾ വീണ്ടും ഒരു നിയമക്കുരുക്കിലേക്ക് സംസ്ഥാനം ചെന്നെത്തുകയല്ലേ ചെയ്യുന്നത്. നയം ഇങ്ങനെയാണ് എങ്കിൽ, കോൺഗ്രസിന്റെ നയം എങ്ങനെയാണ് എങ്കിൽ, ഞാൻ ആ സംസ്ഥാനങ്ങളുടെ പേരുകൾ ആവർത്തിക്കുന്നില്ല. തെലങ്കാന അടക്കമുള്ള സംസ്ഥാനങ്ങളുടെ പേരുകൾ S വിജയകുമാർ പറയുന്നുണ്ടായിരുന്നു. ആ സംസ്ഥാനങ്ങളിലെ എല്ലാം പ്രോജക്റ്റുകൾ എങ്ങനെയാണ് സാധ്യമാകുന്നത്? അപ്പോൾ കേരളത്തിൽ മാത്രം എന്താണ് ഒരു അദാനി വെറുപ്പ്? കേരളത്തിൽ അദാനി കമ്പനിയുമായി കരാർ ഒപ്പിട്ടതിന് ശേഷം ആ പദ്ധതി ഇത്രയധികം പുരോഗമിച്ചതിന് ശേഷം അതിന്റെ ഒരു ഓഹരി വിൽക്കുന്ന ഘട്ടത്തിൽ അദാനിയോട് വെറുപ്പ് വന്നിട്ട് ഒരു കാര്യവുമില്ലല്ലോ. അപ്പോൾ ഇതിന് പിന്നിൽ ചില രാഷ്ട്രീയ താല്പര്യങ്ങൾ കൂടി ഉണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഇനി ഈ ഒരു സാഹചര്യത്തിൽ ഈ കരാറിൽ നിന്ന് പിൻവാങ്ങുവാനൊന്നും ഒരു കാരണവശാലും സാധിക്കില്ലല്ലോ. അത് കൂടുതൽ നിയമക്കുരുക്കിലേക്ക് സംസ്ഥാനത്തെ കൊണ്ടുചെന്നെത്തിക്കുകയല്ലേ ഉള്ളൂ. അപ്പോൾ ഇത് ഇനി ഇങ്ങനെ അദാനിയുടെ താല്പര്യത്തിന് വിരുദ്ധമായി നിൽക്കണം, അതല്ലെങ്കിൽ ഇതിന്റെ വികസന താല്പര്യത്തിന് വിരുദ്ധമായി നിൽക്കണം എന്നൊക്കെ പറയുന്നത് പലപ്പോഴും ഈ മകൻ മരിച്ചാലും വേണ്ടില്ല മരുമകളുടെ കണ്ണുനീര് കാണണം എന്ന് പറയുന്ന ചിലരുടെ ഉദ്ദേശമാണെന്നേ എനിക്ക് തോന്നുന്നുള്ളൂ. അനാവശ്യമായ കുരുക്കിടാനാണ് ശ്രമിക്കുന്നത്. അങ്ങനെ ഒരു അദാനിയുമായി ബന്ധപ്പെട്ട ഒരു രാഷ്ട്രീയ നയപരമായ പ്രശ്നമുണ്ടെങ്കിൽ അത് മറ്റ് സംസ്ഥാനങ്ങളിലും ഉയർത്തേണ്ടതായിരുന്നു. കേരളത്തിന് മാത്രമായി ഒരു പ്രത്യേക പ്രശ്നം കാണുവാൻ സാധ്യമല്ല. മാത്രമല്ല, ഒരു അനാവശ്യമായ അദാനി വിമർശനം നടത്തേണ്ട സാഹചര്യം നിലവിൽ VD സതീശന് മുന്നിലില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ കരാറുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും വിപുലീകരണമോ മറ്റെന്തെങ്കിലും കാര്യമോ ആണെങ്കിൽ മനസ്സിലാക്കാം. അദാനിക്ക് മറ്റേതെങ്കിലും സംസ്ഥാനത്തെ മറ്റേതെങ്കിലും പ്രോജക്റ്റ് കൊടുക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ഇത് വിഴിഞ്ഞം കരാർ നേരത്തെ തന്നെ അദാനിയുമായി ഒപ്പിട്ട് കഴിഞ്ഞതാണ്. ഇനി പ്രത്യേകിച്ച് വെറുതെ ഇരുന്ന് അദാനി വിമർശനം നടത്തേണ്ട ഒരു ആവശ്യമില്ലല്ലോ VD സതീശനെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, എന്തായാലും VD സതീശൻ വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്നുണ്ട് എന്നതൊരു വസ്തുതയാണ്. ഇക്കാര്യത്തിൽ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ നിങ്ങൾ പറഞ്ഞതൊന്നും ഞാൻ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ചർച്ചയിൽ വിവിധ വീക്ഷണകോണുകൾ കേൾക്കാനായിരിക്കും പ്രേക്ഷകർക്കും താല്പര്യം. ഇപ്പോൾ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഇന്നലെ നടത്തിയ പ്രതികരണം, അതാണ് ഇപ്പോൾ BJP ഭരിക്കുന്ന സംസ്ഥാനമാണോ, ഇവിടെ അദാനി സൂപ്പർ ഗവൺമെന്റ് ആണോ, ഈ 2 വാചകങ്ങളാണ് പ്രധാനമായും രാഷ്ട്രീയമായി ചർച്ച ചെയ്യപ്പെടുന്നത്. ഈ കരാറിന്റെ വ്യവസ്ഥകൾ 2015 മുതൽ തന്നെ ചർച്ചകളിൽ നിൽക്കുന്നവയുമാണ്. ഇവിടെ
പ്രത്യക്ഷത്തിൽ അദാനി ഗ്രൂപ്പിനെതിരെയാണ് വിമർശനമെന്ന് വാചകത്തിൽ തോന്നുമെങ്കിലും വി ഡി സതീശനെ തന്നെയാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. ഇതൊരു ഒബ്ലിക് ഹിറ്റാണ്, പരോക്ഷമായിട്ടുള്ള ഒരു രാഷ്ട്രീയ വിമർശനമാണ് എന്നത് വ്യക്തമാണ്. ഇതിലിപ്പോൾ വെറും അതൃപ്തി, അതാണ് വി ഡി സതീശൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ അന്തിമ കരാറല്ല, ഞാൻ മനസ്സിലാക്കുന്നത് ഓഹരി വിൽപ്പനയിൽ അന്തിമ തീരുമാനം എടുത്തിട്ടില്ല എന്ന് സർക്കാരിനെ രേഖാമൂലം അറിയിക്കാൻ അദാനി ഗ്രൂപ്പ് തയ്യാറെടുക്കുകയാണ്. അതായത് ഇപ്പോൾ ഉന്നതതല സമിതി പരിശോധിക്കുന്ന ഘട്ടത്തിൽ അങ്ങനെ ഒരു രേഖാമൂലമുള്ള ഒരു അറിയിപ്പ് കൂടി നൽകാൻ അദാനി ഗ്രൂപ്പ് തയ്യാറെടുക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് തിരുവനന്തപുരത്ത് നിന്ന് ഏറ്റവും പുതിയ വാർത്തകളായി വരുന്നത്. ഇവിടെ കെ സി വേണുഗോപാലും കെ സിയെ അനുകൂലിക്കുന്ന പക്ഷത്തുള്ള മന്ത്രിമാരും എടുക്കുന്ന നിലപാട് വെറും അതൃപ്തി പോരാ. അതൃപ്തി അറിയിച്ചുകൊണ്ട് CMO കൊടുത്തിരിക്കുന്ന ആ ഒരു ലെറ്റർ മാത്രം പോരാ. അങ്ങനെയുള്ള ഒരു അതൃപ്തി അറിയിക്കലല്ല വേണ്ടത്. വി ഡി സതീശന്റെ മൃദു സമീപനത്തിനെതിരെ വലിയ രീതിയിൽ പടയൊരുക്കം പാർട്ടിക്കുള്ളിൽ നടക്കുന്നു എന്നുള്ളതാണ് ഇതിലെ രാഷ്ട്രീയമായി നമ്മൾ കാണേണ്ടത്. കാരണം ഈ മുഖ്യമന്ത്രി പദവിയിലെ മത്സരം മുതൽ നമ്മൾ കാണുന്നതാണ് ഇരുചേരികളായി അല്ലെങ്കിൽ 3 ചേരികളായൊക്കെ കോൺഗ്രസ് നിൽക്കുന്നത്. ഇവിടെ രാഹുൽ ഗാന്ധിയുടെ ദേശീയ തലത്തിൽ എടുത്തിരിക്കുന്ന സ്റ്റാൻസ് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ നയം എന്താണ്? ദേശീയ നയം എന്ന് പറയുന്നത് വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയില്ല എന്ന് ഓർമ്മിപ്പിക്കുകയാണ് കെ സി വേണുഗോപാൽ. അത് തെലങ്കാനയിൽ ചെയ്തില്ലല്ലോ എന്ന് പറയുന്നതിന് അപ്പുറം കേരളത്തിൽ കെ സി വേണുഗോപാൽ അത് എടുത്തു പറയുന്നതിന് പിന്നിൽ ഞാൻ ഇപ്പോൾ പറഞ്ഞ ഈ രാഷ്ട്രീയ ലക്ഷ്യം കൂടിയുണ്ട്. ദേശീയ തലത്തിൽ കടുത്ത പോരാട്ടം നടക്കുമ്പോൾ വിട്ടുവീഴ്ച ചെയ്യാൻ അനുവദിക്കില്ല എന്നുള്ളതൊരു കർശന നിലപാടായി വി ഡി സതീശന് മുന്നിൽ വരികയാണ്. ആ ഒരു കർശന നിലപാട് രേവന്ത് റെഡ്ഡിയോടും നേരത്തെ സിദ്ധരാമയ്യയോടും അല്ലെങ്കിൽ ഇപ്പോൾ DK ശിവകുമാറിനോടും എടുത്തില്ലല്ലോ എന്ന വാദം ഇവിടെ നിലനിൽക്കില്ല. ഇവിടെ ലക്ഷ്യം വ്യക്തമാണ്. ഇവിടെ ലക്ഷ്യം വി ഡി സതീശനാണ്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അദാനി സൂപ്പർ പവറാണ്, അത് കേരളത്തിൽ നടക്കില്ല എന്ന് പറഞ്ഞതിലൂടെ അദാനിക്ക് മുന്നിൽ UDF സർക്കാർ മുട്ടുമടക്കരുത്. കൃത്യമായി തന്നെ എന്തൊക്കെയാണ് നിബന്ധനകൾ എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഇനി മുന്നോട്ട് പോകാൻ. നേരത്തെ ഒപ്പിട്ട കരാറാണ്, അതിന്റെ നടപ്പാക്കലാണ്. കുറെ ദൂരം മുന്നോട്ട് പോയി എന്ന് പറയുന്നതിനപ്പുറം ഈ ഓഹരി കൈമാറ്റം എന്ന് പറയുന്നത് ഒരു ഫ്രഷ് ഡീലാണ്. ആ ഫ്രഷ് ഡീലിലേക്ക് എത്തുമ്പോൾ കൃത്യമായി ഇടപെടാനുള്ള ഒരു സ്കോപ്പ് അവിടെ കിടക്കുന്നുണ്ട്. അതിലെങ്കിലും ഇടപെടണം എന്നുള്ള കൃത്യമായ താക്കീത് തന്നെയാണ്. അതുപോലെ തന്നെ ഇടതുപക്ഷത്തിന്റെ ശക്തമായ ആയുധം ഭരണപക്ഷത്തിന് നേരെ വന്ന് നിൽക്കുകയാണ്. അദാനി MSC ഡീലിൽ വി ഡി സതീശൻ ഒത്തുകളിച്ചു എന്ന് LDF പറയുന്നതിന് മുൻപ് തന്നെ കോൺഗ്രസ് നേതൃത്വം അതിനെതിരെ കടുത്ത നിലപാട് സ്വീകരിക്കുന്നതിലൂടെ ഒരു പക്ഷേ പാർട്ടിയുടെ പ്രതിച്ഛായ സംരക്ഷിക്കാൻ കഴിഞ്ഞേക്കാം. അതിനായി ശ്രമിക്കണം എന്നുള്ള ഒരു അഭിപ്രായം കൂടി എനിക്കുണ്ട്. എന്തായാലും മുഖ്യമന്ത്രി വി ഡി സതീശൻ അദാനിക്ക് വേണ്ടി എല്ലാം ഒത്തുതീർപ്പാക്കുന്നു എന്ന് പറയുന്ന ആ ഒരു വിമർശനത്തിന് മുനയൊടിക്കണം എങ്കിൽ കൃത്യമായി ഈ വിഷയത്തിൽ ആക്ട് ചെയ്തേ പറ്റൂ. ആക്ട് ചെയ്യുന്നതിന് ഇപ്പോൾ CMO അയച്ച കത്ത് മാത്രം പോരാ. കൃത്യമായ പരിശോധനകളിലൂടെ നിയമപരമായ എല്ലാ വശങ്ങളും നോക്കുന്നതിലൂടെ അങ്ങനെ ശക്തമായി തന്നെ അതിൽ ഇടപെടാൻ സാധിക്കണം. കാരണം പി രാജീവ് ഇപ്പോൾ കെ സി വേണുഗോപാൽ പറഞ്ഞ ആ വിമർശനം ഏറ്റെടുക്കുന്നതാണ് ഇന്നത്തെ ദിവസം നമ്മൾ കാണുന്നത്. കേരളം ഭരിക്കുന്നത് BJP ആണോ എന്ന് കെ സി വേണുഗോപാലിന് പോലും സംശയമുണ്ട് എന്ന് മുൻ മന്ത്രി പി രാജീവ്, മുൻ നിയമമന്ത്രിയാണ് പി രാജീവ് എടുത്തിടുന്നത് വെറുതെയല്ല. അപ്പോൾ അദാനി താല്പര്യം, ഒത്തുകളി തുടങ്ങിയ കാര്യങ്ങൾ ഇനിയും നമ്മൾ കേൾക്കേണ്ടി വരും. അതൃപ്തി അറിയിച്ചുകൊണ്ട് അദാനിയെ സംരക്ഷിക്കാൻ ഇനിയും ശ്രമിച്ചു കഴിഞ്ഞാൽ, ഇനിയും മൃദു സമീപനമാണെന്നുണ്ടെങ്കിൽ അത് വി ഡി സതീശന് രാഷ്ട്രീയമായി വലിയ തിരിച്ചടി ഉണ്ടാക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ആദ്യം തന്നെ കരാർലംഘനത്തെ എതിർത്തയാളാണ് എന്നുള്ള വാദം ഇവിടെ നിൽക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. കൂടുതൽ താക്കീത് നൽകേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ഇത് പോയിട്ടുണ്ട് എന്നാണ് എൻ്റെ വ്യക്തമായിട്ടുള്ള ഇതിലെ ബോധ്യം. ദേശീയ തലത്തിൽ പോലും PPP തുറമുഖ പദ്ധതികളുടെ സ്റ്റാൻഡേർഡ് കാലാവധിയിൽ നിന്ന് കൂട്ടിയപ്പോൾ മുതൽ തുടങ്ങിയ ഒത്തുകളിയാണ്. ഇത് കൃത്യമായി അദാനിക്ക് വേണ്ടിയുള്ള നീക്കമാണ്. അതിൽ നിന്ന് കോൺഗ്രസ് നേതൃത്വത്തിന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. ഇപ്പോഴുള്ള ഇടപെടലും അതിന്റെ ഭാഗമാണ്. ചർച്ചയിലേക്ക് വേണുഗോപാലകൃഷ്ണൻ. ഇപ്പം ഇതിനകത്ത് ഈ സുജയ പാർവതി പറഞ്ഞതിൻ്റെയോട് ചേർത്ത് പറഞ്ഞാൽ ഇതിലൊരു രാഷ്ട്രീയ കളം എന്തായാലും തെളിഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോൾ PK കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചിട്ടുണ്ട്. അപ്പോൾ ഏത് വിഷയം വന്നാലും, വി ഡി സതീശനെ പ്രതിരോധത്തിലാക്കുന്ന ഏത് വിഷയം വന്നാലും അതിൽ ഉടനെ തന്നെ സ്വമേധയാ ലീഗ് അങ്ങ് കക്ഷി ചേരുകയാണ്, എന്നിട്ട് പിന്തുണ നൽകുകയാണ്. ഇന്നിപ്പോൾ ഒരു പുതിയ ആഖ്യാനമാണ് UDF ക്യാമ്പ് കൊണ്ടുവരാൻ നോക്കുന്നത്. എന്ന് വെച്ചാൽ VD അനുകൂല ക്യാമ്പ് കൊണ്ടുവരാൻ നോക്കുന്നത്. ഈ സർക്കാരിൻ്റെ ബാധ്യത അല്ല ഈ കരാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇതിൻ്റെ നീക്കുപോക്കുകൾ ഇതിന് മുൻപേ നടന്നിരുന്നു. അത്തരമൊരു പ്രതികരണമാണ് ഇന്ന് PK കുഞ്ഞാലിക്കുട്ടി നടത്തിയത്. കുഞ്ഞാലിക്കുട്ടി പറയുമായിരുന്നു, ഞങ്ങളിപ്പോൾ വന്നിട്ട് 1.5 മാസം പോലും ആയിട്ടില്ല, ഫയലുകളൊന്നും ഞങ്ങൾ നോക്കി തുടങ്ങിയിട്ടില്ല. അപ്പോൾ പഴയ പല ഫയലുകളും ഉണ്ട്. മുൻ മുഖ്യമന്ത്രിക്കാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അറിയാവുന്നത് എന്ന്. അപ്പോൾ ഒന്നും അറിയില്ല, മാധ്യമ വാർത്തകളിലൂടെയാണ് അറിഞ്ഞത് എന്ന് വി ഡി സതീശൻ പറയുമ്പോൾ അത് വിശ്വസിക്കാൻ കഴിയില്ല എന്ന് ഇന്നലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞല്ലോ. ആ പ്രതിപക്ഷ നേതാവിനെ വിശ്വസിക്കാൻ കഴിയില്ല എന്നാണ് ഇപ്പോൾ PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിരിക്കുന്നത്. കാരണം മുൻ സർക്കാരിൻ്റെ കാലത്ത് അതിൻ്റെ നായകനായിരുന്നു പിണറായി അധികാരം ഒഴിഞ്ഞിട്ട് 1 മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഏതാനും ദിവസങ്ങൾ കൊണ്ട് നടത്താൻ കഴിയുന്ന ഒരു ഡീലല്ല ഇത്. അദാനി MSC അതുമായി ബന്ധപ്പെട്ട ആലോചനകൾ നടന്നിട്ടുണ്ടാകും, അനൗദ്യോഗികമായ അറിയിപ്പുകൾ ഉണ്ടായിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം മുൻ സർക്കാരിൻ്റെ തലയിൽ വയ്ക്കുക അത്തരമൊരു തന്ത്രപരമായ നീക്കമാണെന്ന് PK കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണത്തിലൂടെ VD അനുകൂലിക്കുന്ന UDF പക്ഷം
മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ എല്ലാ കാര്യങ്ങളിലും ഇങ്ങനെ കഴിഞ്ഞ സർക്കാരാണ് ഉത്തരവാദി എന്ന് പറയുന്ന പല്ലവി ഈ അദാനി വിഷയത്തിലും ആവർത്തിക്കാനാണ് ശ്രമം. പക്ഷേ ഇതിനെ ശക്തമായി നേരിടുവാൻ എതിർപക്ഷത്തിന് കഴിയും. കാരണം ഇതിൽ ഒരു ഗ്രൂപ്പ് യുദ്ധത്തിലേക്ക് പോകാതെ കോൺഗ്രസിൻ്റെ നയം എന്താണ് എന്നതിൽ ഉറച്ചു നിന്ന് ഈ യുദ്ധം നടത്താൻ കഴിയും. അതുകൊണ്ടാണല്ലോ കേസി പ്രത്യക്ഷത്തിൽ തന്നെ ഒരു പ്രതികരണം നടത്തിയത്. അത് അങ്ങേയറ്റം തീവ്രമായൊരു പ്രതികരണവുമായിരുന്നു. ഇവിടെ നമ്മുടെ സഹപാനലിസ്റ്റുകളൊക്കെ പറയുകയുണ്ടായി, വിവിധ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ വലിയ തോതിലുള്ള നിക്ഷേപം അദാനി നടത്തിയിട്ടുണ്ടല്ലോ എന്ന്. അത് ശരി തന്നെയുമാണ്. അത്തരമൊരു നിക്ഷേപമാണ് കേരളത്തിലും ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ആ മറ്റ് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ അദാനിയുടെ നിക്ഷേപ പദ്ധതിയും വിഴിഞ്ഞവും തമ്മിലുള്ള ഒരു കാതലായ വ്യത്യാസം, ഇവിടെ ഒരു ബഹുരാഷ്ട്ര കമ്പനിയെ കൊണ്ടുവരുന്നു. ഇപ്പോൾ നിങ്ങളെല്ലാവരും കണക്കുകൾ തന്നെ നിരത്തിക്കൊണ്ട് വിശദീകരിക്കുകയുണ്ടായി ഈ കരാർ എങ്ങനെയാണ് അദാനിക്ക് ലാഭകരമായിട്ടുള്ളത് എന്ന്. അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് ശതകോടി ലാഭത്തിലേക്ക് അദാനിക്ക് പോകാൻ കഴിയുന്ന ഒരു നീക്കത്തിനു കൂടെയാണ് ഇപ്പോൾ തുടക്കമിടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു ബഹുരാഷ്ട്ര കമ്പനിക്ക് തന്നെ ഈ വിഴിഞ്ഞത്തിൻ്റെ താല്പര്യങ്ങൾ അദാനി അടിയറ വയ്ക്കുന്നു. അതിലൂടെ അദാനിക്ക് നഷ്ടമൊന്നും ഉണ്ടാകുന്നില്ല. അതേസമയം ഈ വിഴിഞ്ഞം എന്ന് പറയുന്നത് പൊതു താല്പര്യത്തിൽ ഊന്നിന്നുള്ളൊരു കാഴ്ചപ്പാടായിരുന്നല്ലോ. അതിൽ എല്ലാ വിധത്തിലുള്ള ഓപ്പറേറ്റേഴ്സും വരണം, മൾട്ടി ക്ലയൻസ് വരണം, ഇതൊക്കെയായിരുന്നു അതിൻ്റെ കാഴ്ചപ്പാട്. ആ മത്സരക്ഷമതയിലൂടെ ഇത് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതിന് തടസ്സമിടുകയാണ്. അതൊരു പുതിയ സാഹചര്യമാണ്, ഒരു കുത്തകവൽക്കരണമാണ്. കേരളത്തെ സംബന്ധിച്ച് അത് അഭിലഷണീയമല്ല എന്ന ഒരു നിലപാട് പൊതുവിലുണ്ട്. ഇപ്പോൾ CPM ഇടതുപക്ഷമല്ല, അതിനേക്കാൾ ശരിയായ ഇടതുപക്ഷമാണ് VD സതീശൻ എന്ന് പറയുമ്പോൾ ഇത്തരം നിലപാടുകളിലെ പൊള്ളത്തരം കൂടിയാണ് പുറത്തു വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം നിർത്താം. അതുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ഭരിക്കുന്ന സ്ഥലങ്ങളിലെ അദാനിയുടെ നിക്ഷേപത്തിൻ്റെ സ്വഭാവമല്ല വിഴിഞ്ഞത്ത് കണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് കുറെ ശക്തമായി പ്രതിപക്ഷത്തിന് ഇപ്പോൾ പറയാൻ കഴിഞ്ഞിരിക്കുന്നത് ഇത് പാടില്ല എന്ന്. ഇപ്പോൾ നമുക്കറിയാവുന്നതാണല്ലോ കൂടുതൽ വിവരങ്ങൾ പിണറായിക്ക് അറിയാമെന്ന്. പിണറായി സെലക്റ്റീവായ കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ പുറത്തേക്ക് വിടുന്നത്. ഇപ്പോൾ ആ സെബിക്ക് നൽകിയ അപേക്ഷയിലെ ചില വിവരങ്ങൾ പുറത്തുവിട്ടു. അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് അറിയാം, പ്രതിപക്ഷത്തിന് അറിയാം. പക്ഷേ ഇപ്പോൾ പുറത്തുവിടേണ്ടതില്ല. കാരണം ഇതിൽ അവർ ആഗ്രഹിക്കുന്ന യുദ്ധം മുറുകുമെന്ന് അവർ കരുതുന്നത് പ്രതിപക്ഷം വേഴ്സസ് VD സതീശൻ അല്ല, പ്രതിപക്ഷം വേഴ്സസ് സർക്കാരല്ല. അത് VD സതീശൻ വേഴ്സസ് അവരുടെ പാർട്ടിക്കകത്തെ ചേരി, ആ മുന്നണിക്കകത്തെ ഈ പറയുന്ന അസ്വാരസ്യങ്ങൾ. അതാണ് രാഷ്ട്രീയ കൗശലത്തോടെ പ്രതിപക്ഷം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എപ്പോഴും അറിയാവുന്നതാണ്, കോൺഗ്രസ് അധികാരത്തിൽ വരുമ്പോൾ അതിലെ മുഖ്യമന്ത്രിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് ചില എതിർനീക്കങ്ങൾ നടക്കാറുണ്ട്. അതിൽ തരാതരം പോലെ പ്രതിപക്ഷത്തിന് എല്ലാ ഫയലുകളടക്കം എല്ലാ വിവരങ്ങളും അടക്കം ഓരോരോ ഘട്ടങ്ങളിൽ അതിനകത്ത് ചേരി തന്നെ കൈമാറാറുണ്ട്. മംഗലാപുരം യാത്രയുമായി ബന്ധപ്പെട്ട വിവരങ്ങളും എങ്ങനെയാണ് മുഖ്യമന്ത്രി ആകുന്നതിന് മുൻപ് തന്നെ, മുഖ്യമന്ത്രി ആകുമെന്ന് ഉറപ്പില്ലാത്ത ഘട്ടത്തിൽ തന്നെ VD സതീശൻ്റെ എതിർ ക്യാമ്പുകൾ പുറത്തേക്ക് അപ്പോഴായി കൊടുത്തുകൊണ്ടിരുന്നത് എന്ന അനുഭവം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം കോൺഗ്രസിൽ മുമ്പും കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഈ മുൻചരിത്രങ്ങളെല്ലാം അധികായരായ മുഖ്യമന്ത്രിമാർ നിലംപൊത്തുന്ന അനുഭവമാണ് നൽകിയിട്ടുള്ളത്. അതാണോ സതീശനെ കാത്തിരിക്കുന്നത് എന്നതറിയില്ല. സുജയ പാർവതി. അപ്പോൾ ഈ തെലങ്കാന മോഡൽ, തെലങ്കാന ഉദാഹരണം അതിലേക്ക് നമുക്കൊന്ന് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ കേരളവും തെലങ്കാനയും രണ്ടും എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കർണാടകയേക്കാൾ തെലങ്കാനയായിരിക്കും കുറച്ചുകൂടി താരതമ്യ പഠനത്തിന് നല്ലത്. ഇപ്പോൾ തെലങ്കാനയിൽ 22,000 കോടിയിലധികം രൂപയുടെ നിക്ഷേപമാണ് അദാനി ഗ്രൂപ്പിൻ്റെത്. നമ്മൾ മൊത്തം എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദാവോസിലെ WEF വെച്ച്, വേൾഡ് എക്കണോമിക് ഫോറത്തിൽ വെച്ചാണ് ഈ കരാറുകളൊക്കെ സൈൻ ചെയ്യുന്നത്. അത് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ധാരണാപത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ. അതിൽ വേണുബാലകൃഷ്ണൻ, നമ്മൾ വിഴിഞ്ഞത്തെക്കുറിച്ച് പറയുമ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ ഹരിത ഊർജ്ജ പദ്ധതികളാണ് ഒന്ന്. അതിൽ പംപ്ഡ് സ്റ്റോറേജ് പ്രോഡക്റ്റ് ഉണ്ട്, അദാനി ഗ്രീൻ എനർജി AGELന്റെ 5,000 കോടി രൂപയുടെ ഒരു നിക്ഷേപം. അതിൽ പംപ്ഡ് സ്റ്റോറേജ് ജലവൈദ്യുത പദ്ധതികളാണ് സ്ഥാപിക്കുന്നത്. കൊയബസ്തഗുഡത്തിൽ 850 മെഗാവാട്ട്, നാചാരത്തിൽ 500 മെഗാവാട്ട് ശേഷിയുള്ള ആകെ 1350 മെഗാവാട്ടിന് 2 പദ്ധതികൾ. വിഴിഞ്ഞവുമായി നമ്മൾ എങ്ങനെയാണ് ഈ പദ്ധതികളെ താരതമ്യം ചെയ്യുക എന്ന ഒരു സംശയം കൂടി എനിക്കുണ്ട്. പിന്നെ രണ്ടാമത്തെ നിക്ഷേപം എന്ന് പറയുന്നത് ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചറിലാണ്. ഗ്രീൻ ഡാറ്റാ സെന്റർ, അത് അദാനി എന്റർപ്രൈസസ് ചന്ദൻവേലിയിലാണ് 100 മെഗാവാട്ട് ശേഷിയുള്ള ഒരു അത്യാധുനിക ഡാറ്റാ സെന്റർ ക്യാമ്പസ് സ്ഥാപിക്കുന്നതിനായിട്ട് 5,000 കോടി രൂപ നിക്ഷേപിക്കുന്നത്. ഇതെല്ലാം റിന്യൂവബിൾ എനർജി ഉപയോഗിച്ചുകൊണ്ട് AI ക്ലൗഡ്, അതുപോലെ തന്നെ ക്ലൗഡ് സാങ്കേതിക ഇതിനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. പിന്നെയുള്ള നിക്ഷേപം വരുന്നത് ഡിഫൻസിലും എയറോസ്പേസിലുമാണ്. അത് മിസൈൽ ഡ്രോൺ നിർമ്മാണം, ഹൈദരാബാദിലെ അദാനി എയറോസ്പേസ് പാർക്ക് അങ്ങ് കണ്ടിട്ടുണ്ടാകും. അവിടെ കൗണ്ടർ ഡ്രോൺ സംവിധാനങ്ങളടക്കം വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിക്ഷേപമാണ്. അപ്പോൾ ഈ പ്രധാനപ്പെട്ട ഇന്ത്യൻ സായുധ സേനയ്ക്ക് നിർമ്മാണം നടത്തി കൊടുക്കുന്ന ഒരു ഹബിലൊന്നാണ്. പിന്നെ ഒന്ന് അംബുജ സിമെന്റ്സ് പ്ലാന്റിലാണ്, പിന്നെ റോഡ് വികസനത്തിലാണ്. ഇങ്ങനെ ഒരു 5 കാറ്റഗറിയാണ് ഞാൻ തെരഞ്ഞപ്പോൾ തെലങ്കാന ടുഡേ അടക്കമുള്ള പത്രങ്ങളിൽ നിന്നടക്കം മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ വിഴിഞ്ഞം പദ്ധതിയുമായി, വിഴിഞ്ഞം എന്ന് പറയുന്നത് പ്രോഗ്രസിംഗ്
എക്സൈറ്റിംഗ് പ്രോജക്റ്റ് അല്ലേ? വിഴിഞ്ഞമെന്ന് പറയുന്നത് കൂടുതൽ സാധ്യതകൾ തുറന്നു കൊടുത്തുകൊണ്ടേയിരിക്കുന്ന 30 വർഷം കാലാവധിയുള്ള PPP-യിൽ നിന്ന് 10 വർഷം അഡ്വാൻസ് ചെയ്യുന്നു, വീണ്ടും ഒരു 20, ടോട്ടൽ 60 ആണ്. 60 വർഷത്തേക്കുള്ള ഒരു വലിയ എന്താ നമ്മൾ പറയുന്നത്, ഒരു വലിയ ഖനിയാണ്, അല്ലെങ്കിൽ ഒരു വലിയ നിധിയാണ് അദാനിക്ക് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അത് തെലങ്കാന പ്രോജക്റ്റുമായിട്ട് ഉള്ള താരതമ്യത്തിൽ എവിടെയാണ് നിൽക്കുന്നത് വേണുബാലകൃഷ്ണൻ? ഇപ്പൊ ഇതിനകത്ത് ഓരോ ഘട്ടത്തിലും ഓരോ തീരുമാനങ്ങളും അദാനിക്ക് എത്രമാത്രം അനുകൂലമാകുന്നു, ഗുണകരമാകുന്നു എന്നതിലേക്കാണ് പോകുന്നത്. അതിപ്പോൾ കേരളത്തിനകത്തായാലും പുറത്തായാലും. പക്ഷേ സുജയ പാർവതി അപ്പോഴൊക്കെ ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞല്ലോ, ഈ എന്നൂരും അതുപോലെ തന്നെ കുളച്ചിലും, അതിപ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലല്ലാത്ത സ്ഥലങ്ങളിൽ MSC ഉണ്ട്. പക്ഷെ അപ്പോഴും കേരളത്തിൻ്റെ ഒരു പ്രത്യേകത, അവിടെയാണല്ലോ ഇത് കാണേണ്ടത് സുജയ പാർവതി. എപ്പോഴും പൊതു താല്പര്യത്തെ ഊന്നിക്കൊണ്ടുള്ള വലിയ പദ്ധതികളെ നമ്മൾ ആലോചിച്ചിട്ടുള്ളൂ, വൻകിട പദ്ധതികൾ വരുമ്പോൾ പോലും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ വിഴിഞ്ഞമെന്ന് പറയുന്നതിനെ എന്നൂരും കുളച്ചിലോട്ട് നമുക്ക് താരതമ്യം ചെയ്യാൻ കഴിയില്ല. കാരണം ഇതിൻ്റെ ഉടമസ്ഥാവകാശം സംസ്ഥാനത്തിനാണ്. ഏറ്റവും വലിയ സ്റ്റേക്ക് ഹോൾഡറും സംസ്ഥാനമാണ്. നമ്മളിപ്പോൾ രാജ്യത്ത് തന്നെ മാതൃകയായ ഒരു PPP മോഡലായിരുന്നില്ലേ നെടുമ്പാശ്ശേരി വിമാനത്താവളം? അപ്പോൾ അത് എന്ന് പറയുന്നത് കേരളത്തിന് മാത്രം മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്ന ഒരു മാതൃകയായിരുന്നു. ക്രൗഡ് ഫണ്ടിങ് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് അത് നിർവഹിച്ചത്. ഇപ്പോൾ ഒരു ബഹുരാഷ്ട്ര ഭീമനെ നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുണ്ട് IT മേഖലയിൽ. അത് സ്മാർട്ട് സിറ്റി ആയിരുന്നു, ടീകോമാണ് വന്നത്. പക്ഷെ നാം എന്താണ് ചെയ്തത്? അണാപ്പൈ കണക്ക് പറഞ്ഞുകൊണ്ട് അവരുടെ ഒരു റിയൽ എസ്റ്റേറ്റ് താല്പര്യത്തെയും ഇവിടെ അംഗീകരിക്കില്ല എന്ന കടുത്ത നിലപാടെടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോയത്. അവരാദ്യം ആവശ്യപ്പെട്ടത് എന്തായിരുന്നു? ഇൻഫോ പാർക്കായിരുന്നു. നാം അത് കൊടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് കേരളം എന്ന് പറയുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി പൊതു താല്പര്യത്തിലൂന്നുന്ന നിക്ഷേപങ്ങൾ, അത് വൻകിട നിക്ഷേപമായാലും ചെറുകിട നിക്ഷേപമായാലും ഇനിയിപ്പോൾ വിദേശ നിക്ഷേപമായാലും എന്തായാലും അതിനകത്ത് നമ്മുടെ ഒരു മുൻകരുതലുണ്ട്, നമ്മുടെ ഒരു ജാഗ്രതയുണ്ട്. അപ്പോൾ അദാനിയുടെ കാര്യത്തിനകത്ത് കർക്കശമായ നിലപാടെടുക്കണമെന്ന അഭിപ്രായമുള്ളവരുണ്ട് KC പക്ഷത്തിന്, VD വിരുദ്ധ പക്ഷത്തിന്. കാരണം ഇങ്ങനെ ഒരു പ്രയർ അനുമതിയില്ലാത്ത കാര്യങ്ങൾ പോവുകയാണെങ്കിൽ ഉടനെ തന്നെ ഇതിൻ്റെ കരാർ തന്നെ റദ്ദാകുന്ന രൂപത്തിലുള്ള ആർട്ടിക്കിളുകളുണ്ട് ഈ കരാറിൽ. 49, 38 എന്നൊക്കെ പറയുന്ന ആർട്ടിക്കിളുകളിൽ ശക്തമായി സർക്കാരിന് ഇടപെടാൻ കഴിയുന്ന കാര്യങ്ങളുണ്ട്. 60 ദിവസത്തിനുള്ളിൽ അതിൻ്റെ വിശദീകരണം ചോദിച്ചുകൊണ്ട് ആ ബ്രീച്ച് അവർ പരിഹരിച്ചില്ലെങ്കിൽ അടുത്ത നടപടികളിലേക്കൊക്കെ പോകാൻ കഴിയും. ഇതൊന്നും ചെയ്യണമെന്നല്ല, പക്ഷേ ആ കാർക്കശ്യം കാണിക്കാൻ കഴിയുന്ന വ്യവസ്ഥകൾ ഇതിലുണ്ട്. എന്നാൽ അങ്ങനെയല്ല, വളരെ തണുത്തൊരു പ്രതികരണമാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയിൽ നിന്ന് ഉണ്ടാകുന്നത് എന്നതാണ് സംശയാസ്പദമായിരിക്കുന്നത്. ഇപ്പോൾ ടീകോമിൻ്റെ കാര്യത്തിൽ അത് പിണറായി സർക്കാർ ഈ ആർബിട്രേഷൻ വെല്ലുവിളികളൊക്കെ ഉള്ള ഘട്ടത്തിലും നമ്മൾ എന്താ ചെയ്തത്? അത് വീണ്ടെടുക്കുവാനുള്ള തീരുമാനങ്ങളിലേക്ക് പോവുകയാണ് ചെയ്തത്. എന്നിട്ട് ആർബിട്രേഷൻ ഒഴിവാക്കാൻ വേണ്ടി അവർക്കതിലെ നഷ്ടപരിഹാരം എന്താണോ അതുമായി ബന്ധപ്പെട്ട കൂടിയാലോചനകളിലേക്കാണ് പോയത്. പക്ഷേ ഇപ്പോഴും അതൊരു തർക്ക വിഷയമായി നിൽക്കുന്നു. ആ നഷ്ടപരിഹാരം അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ടീകോം പറയുന്നു. ടീകോം എന്ന് പറയുന്നത് ലോകത്ത് പല നിക്ഷേപങ്ങൾ നടത്തിയിട്ടും പല ഈ പറയുന്ന സ്മാർട്ട് സിറ്റികൾ ഉണ്ടാക്കിയിട്ടും അവർ അമ്പേ പൊളിഞ്ഞു പോയത് ഇവിടെ തന്നെയാണ്. അപ്പോൾ കേരളത്തിൻ്റെ ജാഗ്രതയാണ് അത് തെളിയിക്കുന്നത്. അത്തരമൊരു ജാഗ്രത വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിലും ഉണ്ടാകും. മറ്റു പല കാര്യങ്ങളിലും ഇത്തരം ദുഷിച്ച പ്രവണതകളെ നേരിടുന്നതിൽ കേരളം മാതൃകയാണ് എങ്കിൽ വിഴിഞ്ഞവും അത്തരമൊരു മാതൃകയാനുള്ള അവസരം വന്നിരിക്കുന്നു എന്നാണ് ഞാൻ അതിനെപ്പറ്റി കരുതുന്നത്. സുജയ പാർവതി, ജോഷിയിലേക്ക് നമുക്ക് വരാം. ജോഷി സമയമായോ എന്ന് നോക്കുന്നുണ്ട്. ജോഷി, ഇപ്പോൾ സമരം മൂലമോ തീരദേശ ശോഷണം മൂലമോ പദ്ധതി വൈകിയാൽ അതിന്റെ ബാധ്യത പോലും സർക്കാരിന്റെ മേൽ കെട്ടിവെക്കാനായിട്ടുള്ള നിയമപരമായ പഴുതുകൾ അദാനിക്ക് ഈ കരാറിൽ കിടക്കുകയാണ്. അതായത് കരാർ കാലാവധിക്ക് മുന്നേ സർക്കാർ ഇപ്പോൾ വേണുബാലകൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ കരാർ റദ്ദാക്കിയാൽ എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഒരു പ്രകൃതി ദുരന്തം വന്ന ഈ പദ്ധതി തടസ്സപ്പെട്ടാൽ ഒക്കെ വൻ തുകയാണ് നഷ്ടപരിഹാരമായി സർക്കാരും ജനങ്ങളുമൊക്കെ ഈ ഗ്രൂപ്പിന് കൊടുക്കേണ്ടി വരിക. അതിലേക്ക് നമുക്ക് എത്താം ചർച്ചയുടെ അടുത്ത ഘട്ടത്തിൽ. ഇടവേളയ്ക്ക് ശേഷം ജോഷി കുര്യനിലേക്ക്. വെൽക്കം ബാക്ക് ടു ബിഗ് എഡിറ്റോറിയൽ. നമ്മൾ ബിഗ് എഡിറ്റോറിയൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൽ ജോഷി കുര്യൻ സർക്കാരിന് കൊടുത്ത അപേക്ഷ, നിയമ സെക്രട്ടറിയുടെ പരിഗണനയിലുള്ള അപേക്ഷ ഇപ്പോൾ പുതുക്കി കൊടുത്തിരിക്കുകയാണ് അദാനി ഗ്രൂപ്പ്. അതായത് സെബിയുമായി ഉണ്ടാക്കിയ ധാരണ അടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് CMOയുടെ ഭാഗത്തു നിന്ന് അതൃപ്തി അടങ്ങിയ ആ കത്ത് പോയത് അത് വെറും രാഷ്ട്രീയമല്ല. ആ കത്തിന്റെ അടിസ്ഥാനത്തിൽ അദാനി ഗ്രൂപ്പ് ഇപ്പോൾ ആക്ട് ചെയ്തിരിക്കുകയാണ്. ഞാൻ നേരത്തെ ചോദിച്ചത്, ഏതെങ്കിലും തരത്തിൽ ഈ പദ്ധതി വൈകിയാൽ, ഈ പദ്ധതി തടസ്സപ്പെട്ടാൽ, കരാർ റദ്ദാക്കിയാൽ അതിലെല്ലാം അദാനിക്കാണ് എഡ്ജ്. ആ രീതിയിലുള്ള വ്യവസ്ഥകളിൽ ഒപ്പിട്ട് കൊടുത്തിട്ട് ഇനി നമ്മൾ എന്ത് ചെയ്യാനാണ്? കയ്യും കെട്ടി നോക്കിയിരിക്കേണ്ടി വരുമോ ജോഷി? ഈ കോവിഡ് പ്രതിസന്ധിയുടെ കാലത്ത് ഉണ്ടായ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതായത് വിഴിഞ്ഞത്തിന്റെ ആദ്യഘട്ടം പൂർത്തിയാക്കാൻ അന്ന് വൈകിയിരുന്നു. അദാനി ഗ്രൂപ്പും കേരള സർക്കാരുമായി തർക്കങ്ങൾ ഉണ്ടാവുകയും അത് പിന്നീട് ആർബിട്രേഷനിലേക്കൊക്കെ പോവുകയും ചെയ്തതാണ്. ഈ തർക്കങ്ങൾ പരിഹരിക്കാൻ സർക്കാർ ഒപ്പുവെച്ച ഒരു അനുബന്ധ കരാർ പ്രകാരമാണ് വിഴിഞ്ഞത്തിന്റെ രണ്ടാം ഘട്ട വികസന പ്രവർത്തനങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതിൽ പ്രധാനമായും പറയുന്നത് 2028 രണ്ടാം ഘട്ട പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുമെന്നുള്ളതാണ്. ഇതിനായി വേണ്ടിവരുന്ന ഏതാണ്ട്
10,000 കോടിയോളം രൂപയാണ്. ഇന്നലെ അദാനി അധികൃതരുമായി സംസാരിക്കുന്ന ഘട്ടത്തിൽ അവർ പറഞ്ഞത് ഏതാണ്ട് 5,000 കോടിയോളം ഇപ്പോൾ തന്നെ മുടക്കി കഴിഞ്ഞു. സംസ്ഥാന സർക്കാർ ഇതേവരെ ഇതുമായി ബന്ധപ്പെട്ട് നിക്ഷേപമൊന്നും നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഈ 2028 രണ്ടാം ഘട്ടം പൂർത്തിയാക്കിയാൽ ഈ അനുബന്ധ കരാർ അനുസരിച്ച് ഏതാണ്ട് തുറമുഖ നടത്തിപ്പ് 20 വർഷത്തേക്ക് കൂടി അദാനിക്ക് നീട്ടിക്കിട്ടും എന്നുള്ളതാണ് ഇപ്പോഴത്തെ നിലയിൽ മനസ്സിലാക്കുന്നത്. അതായത് 2028 രണ്ടാം ഘട്ടം പൂർത്തിയാക്കിയാൽ 20 വർഷം കൂടി അദാനിക്ക് നീട്ടിക്കിട്ടും. നാം നേരത്തെ തന്നെ CNTG-യുടെ കണക്കുകൾ നാം കണ്ടതാണ്. അതനുസരിച്ച് ഈ പറയുന്ന 40 വർഷത്തെ കരാർ, അതായത് 30 വർഷമാണ് സാധാരണഗതിയിൽ നൽകുന്നത്, ആ 30 വർഷത്തെ കരാറിന് പകരം 40 വർഷത്തെ കരാർ നൽകിയപ്പോൾ തന്നെ ഏതാണ്ട് 29,129 കോടി രൂപയുടെ ലാഭം ഈ പറയുന്ന അദാനി കമ്പനിക്ക് ഉണ്ടാവുകയും ചെയ്തു. അത് സർക്കാരിന് മുമ്പിൽ ഈ രണ്ടാം ഘട്ട മൂന്നാം ഘട്ട വികസനവും ഒക്കെയായി ബന്ധപ്പെട്ട് സർക്കാരിന് വേണമെങ്കിൽ ഒരു നിയമവ്യവഹാരങ്ങളിലൂടെ അല്ലെങ്കിൽ നിയമോപദേശം തേടിക്കൊണ്ട് ഇതിൽ ചില നീക്കുപോക്കുകൾ നടത്താനുള്ള വഴികളുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഞാൻ നിയമവിദഗ്ധനല്ല. പക്ഷേ എങ്കിൽ കൂടി ഇപ്പോഴത്തെ നിലയിൽ ചില പരിശോധനകൾ നടത്താൻ സർക്കാരിന് കഴിയും. അതായത് ഈ ഇപ്പോൾ സർക്കാരിന് ഒന്നും വയ്യാതെ നിൽക്കുന്ന ആദ്യഘട്ട കരാറുമായി ബന്ധപ്പെട്ടുള്ളതാണ് 2015-ലേത്. പക്ഷേ രണ്ടാം ഘട്ട മൂന്നാം ഘട്ടവുമായി ബന്ധപ്പെട്ട് വേണമെങ്കിൽ സർക്കാരിന് ചില നീക്കുപോക്കുകൾക്ക് വകയുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ നിലയിൽ ഞാൻ മനസ്സിലാക്കുന്നത്. സുജയ, ലക്ഷ്മി പത്മ, സെബിക്ക് നൽകിയ കത്താണല്ലോ പ്രതിപക്ഷ നേതാവ് ഉയർത്തിക്കാട്ടുന്നത്, അല്ലെങ്കിൽ സെബിക്ക് കൊടുത്ത കത്തിൽ ഇതുണ്ട് എന്നാണല്ലോ പറയുന്നത്. പക്ഷേ അതൊരു പ്രാഥമിക ധാരണയാണ് എന്ന് അദാനി ഗ്രൂപ്പിനെ ഇപ്പോൾ വ്യക്തമാക്കേണ്ടി വരുന്നു. അപ്പോൾ ഭരണമുന്നണിയിൽ നിന്നുയർന്ന പ്രതിഷേധങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മളടക്കം ചർച്ചയിൽ ഉന്നയിച്ച കാര്യങ്ങൾ, ഇതിൽ CMOയുടെ ഭാഗത്തുനിന്ന് പോയിരിക്കുന്ന കത്തിന്മേൽ അദാനി ആക്ട് ചെയ്തിരിക്കുകയാണ്. യെസ്, അതിന് ശേഷം തന്നെയാണ് സെബിയിലേക്ക് തന്നെയാണ് ആദ്യം അറിയിച്ചിരിക്കുന്നത്. നമ്മൾ ഈ സെബിയെ എന്തിനാണ് ആദ്യം രഹസ്യമായി അറിയിച്ചോ എന്ന് ചോദിച്ചല്ലോ കഴിഞ്ഞ ദിവസമൊക്കെ. അത് ഉറപ്പായും ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട അത്തരം കാര്യങ്ങൾ രഹസ്യമായി തന്നെയാണ് സൂക്ഷിക്കുന്നത്. അതല്ലെങ്കിൽ ഒരു ഇൻസൈഡ് ട്രേഡിങ്ങിനൊക്കെ ഉള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെയാണ് സെബിയെ അറിയിക്കുന്നത്. അത് VD സതീശന്റെ ഓഫീസിനെ ഔദ്യോഗികമായി അറിയിക്കുകയായിരുന്നു ആദ്യം ചെയ്തിരുന്നതെങ്കിൽ ആ വാർത്ത എപ്പോഴേ പത്രമാധ്യമങ്ങളിൽ വരികയും ആ ഓഹരി മറ്റുള്ളവർ വാങ്ങുവാനുള്ള സാഹചര്യം ഉണ്ടാവുകയും ഇൻസൈഡ് ട്രേഡിങ്ങിനൊക്കെ ഉള്ള വളരെ വലിയ സാധ്യതകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ VD സതീശനെ ഇക്കാര്യം അനൌദ്യോഗികമായി അറിയിച്ചത്. അതെന്തുകൊണ്ടോ തുറന്ന് നിയമസഭയിൽ പറയുവാനുള്ള ആർജവം VD സതീശൻ കാണിച്ചില്ല. ഒരു പക്ഷേ ഒരു മുഖ്യമന്ത്രിയുമായി നടത്തുന്ന കമ്മ്യൂണിക്കേഷൻ, അത് അനൌദ്യോഗികമായ ഒരു കമ്മ്യൂണിക്കേഷനെ അംഗീകരിക്കേണ്ട കാര്യമില്ല എന്ന് കരുതിയിട്ടാകാം. എന്തായാലും ആ കാര്യം അറിയിച്ചിരുന്നു എന്നുള്ളത് ആ കമ്പനി വ്യക്തമാക്കുകയാണ്. ഇനി ഇതിനകത്ത് ഈ കത്തയച്ചു, പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള കത്തയച്ചു എന്ന് പറയുന്നു. ഇങ്ങനെ കത്തയക്കുമ്പോൾ തന്നെ സമാന്തരമായി തന്നെ സർക്കാർ പരിശോധിക്കുന്നുണ്ട് കരാർ ലംഘനം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം. അതായത് ക്ലാരിറ്റി ഇല്ല, കരാർ ലംഘനം ഉണ്ടായി എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. പ്രതിപക്ഷമടക്കം ഇങ്ങനെ പറയുന്നു, ഏതാനും മാധ്യമങ്ങൾ കുറ്റപ്പെടുത്തുന്നു, കേന്ദ്ര നേതൃത്വത്തിന്റെ സമ്മർദ്ദമുണ്ട്. അതുകൊണ്ട് ഇതൊരു രാഷ്ട്രീയ നീക്കത്തിന്റെ ഭാഗമായി തന്നെയാണ് കത്തയച്ചിരിക്കുന്നത്. അതല്ലാതെ അതിന് നിയമപരമായ യാതൊരു സാധുതയും ഈ കത്തിന് ഇല്ല. ലക്ഷ്മി പത്മ, ആ കത്തിൽ അങ്ങനെയാണെങ്കിൽ അദാനി ഗ്രൂപ്പ് മറുപടി കൊടുത്തിരിക്കുന്നു. ലക്ഷ്മി, ഞാൻ പറഞ്ഞത് കേട്ടിരുന്നില്ലേ? ലക്ഷ്മി പത്മ, അതായത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മൾ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സംഭവിക്കുന്നത് അദാനി ഗ്രൂപ്പ് MSC ഓഹരി കൈമാറ്റത്തിൽ അന്തിമ തീരുമാനം ആയിട്ടില്ലെന്നും സെബിക്ക് നൽകിയ കത്തിൽ പ്രാഥമിക ധാരണയെക്കുറിച്ചാണ് പറഞ്ഞതെന്നും സംസ്ഥാന സർക്കാരിനെ അറിയിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായത് CMO കൊടുത്ത കത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അത് വെറുമൊരു കത്താണ് ലക്ഷ്മി. അതാണല്ലോ അല്ല സുജയ, ഇതിൽ അന്തിമ ധാരണയായി എന്ന് ആരാ പറഞ്ഞത്? ആരും പറഞ്ഞിട്ടില്ലല്ലോ. CMO അയച്ച കത്ത് വെറുമൊരു കത്താണെന്നല്ലേ ലക്ഷ്മി പറഞ്ഞത്? അത് വെറുമൊരു കത്താണെന്നല്ലേ പറഞ്ഞത്? രാഷ്ട്രീയ അല്ലല്ല, അതൊരു രാഷ്ട്രീയ സമ്മർദ്ദത്തെ തുടർന്നുള്ള കത്താണ്. അതല്ലാതെ VD സതീശൻ എന്ന് പറയുന്ന തുറമുഖ മന്ത്രിക്ക് ഈ കാര്യം അറിയാഞ്ഞിട്ടല്ല. ആ MOUവിനകത്ത് ഉള്ളത് പ്രാഥമികമായ ധാരണയാണ്. അത് അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. അത് നിയമപ്രകാരം തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അത് സെബിയെ തന്നെയാണ് അറിയിക്കേണ്ടത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെയോ തുറമുഖ മന്ത്രാലയത്തെയോ അറിയിക്കുന്നതിന് മുമ്പ് തന്നെയാണ് സെബി അറിയിക്കേണ്ടത്. അത് അത്രയും രഹസ്യമായ ഒരു കാര്യം തന്നെയാണ്. ഞാൻ ചോദിച്ചത് ലക്ഷ്മിക്ക് മനസ്സിലായില്ലേ? ഞാൻ ചോദിച്ചത് ഇപ്പോൾ അദാനി ഇപ്പോൾ അപേക്ഷ പുതുക്കി നൽകിയിരിക്കുന്നു. ലക്ഷ്മി പത്മ, അദാനി അപേക്ഷ പുതുക്കി നൽകിയതിനെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. അതിലുള്ള മറുപടിയാണ് വേണ്ടത്. എവിടെ പുതുക്കി നൽകിയെന്ന്?
സംസ്ഥാന സർക്കാരിന്. സുജയ് എവിടെ പുതുക്കി നൽകിയ കാര്യം വെച്ച് പറയുന്നത്? സംസ്ഥാന സർക്കാരിന്, കേരള അത് കഴിഞ്ഞ ദിവസം കത്തയച്ചതാണല്ലോ. അതെ അതെ, അത് അപേക്ഷ പുതുക്കി നൽകിയിരിക്കുകയാണ് ഇപ്പോൾ. അതിനുശേഷം കഴിഞ്ഞ ദിവസം നൽകിയ അപേക്ഷ ഇപ്പോൾ പുതുക്കി നൽകിയിരിക്കുകയാണ്. അതിന്റെ സാഹചര്യം എന്താണ്? അതിന്റെ സാഹചര്യം എന്താണ്? ഈ പുതുക്കി പറഞ്ഞിരിക്കുന്നതിൽ എന്താണ് പുതുതായി പറഞ്ഞിരിക്കുന്നതെന്ന് എനിക്കറിയില്ല സുജയ. എനിക്ക് അതിന്റെ വിശദാംശങ്ങൾ എനിക്കറിയില്ല. MSc ഓഹരി കൈമാറ്റത്തിൽ അന്തിമ തീരുമാനം എടുത്തിട്ടില്ല എന്ന് തന്നെ വ്യക്തമാക്കുകയാണ്. നേരത്തെ MScയുമായി 49% ഓഹരി കൈമാറ്റം എന്നതായിരുന്നു കത്തിലെങ്കിൽ, അല്ലെങ്കിൽ അറിയിപ്പിലെങ്കിൽ, അപേക്ഷയിലെങ്കിൽ അത് മാറ്റിയിരിക്കുകയാണ്. എടുത്തിട്ടില്ല എന്നുള്ളല്ലോ. 49% ഓഹരി കൈമാറ്റത്തെ കുറിച്ച് ആദ്യം അപേക്ഷ നൽകുന്നു. ആ അപേക്ഷ പിന്നീട് പുതുക്കുകയാണ്. അതിവിടെ നിയമസഭയിലടക്കം വന്ന ആരോപണങ്ങളെയും അഭ്യൂഹങ്ങളെയും തുടർന്ന് കുറച്ചുകൂടി ക്ലാരിറ്റി വരുത്തിയതായിരിക്കില്ലേ ആ കമ്പനി? അപ്പോൾ ആദ്യം ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല എന്നുള്ളത് സമ്മതിക്കുന്നു. ഇതിനകത്ത് അന്തിമമായ കരാറിലേക്ക് അങ്ങനെയല്ല, ആരോപണങ്ങൾ വരികയല്ലേ സുജയ? എത്ര പത്രമാധ്യമങ്ങളിലാണ് വാർത്ത വന്നിരിക്കുന്നത് എന്ന് തന്നെ. പിണറായി പ്രതിപക്ഷ ആരോപണങ്ങൾ വരികയല്ല, പത്രമാധ്യമങ്ങളിൽ വന്ന വാർത്തകളെ ഉദ്ധരിച്ചാണ് പിണറായി വിജയൻ പറഞ്ഞത് ഇത് കണ്ടാൽ തോന്നും ഓഹരി കൈമാറ്റം നടന്നുവെന്ന്. അല്ല, സെബിക്ക് അപേക്ഷ കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. സർക്കാരിനായി കൊടുത്ത കത്ത് എന്ന് പറയുന്നത്, സർക്കാരിലേക്ക് അപേക്ഷ കൊടുത്തിരിക്കുന്നത് അത് അറിയിച്ചത് തന്നെയാണ്. സംസ്ഥാന ധാരണ സംബന്ധിച്ചുള്ള അറിയിപ്പ് അതാണ്. അത് നടപടി ക്രമം പ്രകാരമാണ്. അതിനുശേഷം അറിയിച്ചിരിക്കുന്നു, സെബി അറിയിച്ചിരിക്കുന്നു. അതിനുശേഷം സംസ്ഥാന സർക്കാരിനെ അറിയിച്ചിരിക്കുന്നത് ആ കരാർ പ്രകാരം തന്നെയാണ്. അതിനകത്ത് സംസ്ഥാന സർക്കാരിനെ അറിയിക്കുക തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഒരു സംഗതി നടക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് അറിയിക്കുക തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ഓഹരി കൈമാറ്റം നടന്നു എന്ന് ദുർവ്യാഖ്യാനം ചെയ്യുകയായിരുന്നു ഇവിടെ. ഓഹരി കൈമാറ്റം നടന്നു എന്നുള്ള ദുർവ്യാഖ്യാനമല്ല ലക്ഷ്മി. ഇവിടെ ഓഹരി വിൽപ്പനയിൽ അന്തിമ തീരുമാനം ഞങ്ങൾ എടുത്തിട്ടില്ല, അതായത് വിൽക്കണോ വേണ്ടയോ എന്നതിൽ അന്തിമ തീരുമാനം എടുത്തിട്ടില്ല എന്നത് അദാനിയുടെ തിരുത്താണ്. ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. ആ ഒരു തിരുത്തോടു കൂടിയുള്ള അപേക്ഷയാണ്. ഇങ്ങനെ ഒരു ആലോചന നടക്കുന്നു, പ്രാഥമിക ധാരണ എന്നത് സംബന്ധിച്ചുള്ള ഒരു തിരുത്തോടു കൂടിയ അപേക്ഷ ഇപ്പോൾ വീണ്ടും വന്നിരിക്കുകയാണ് സംസ്ഥാന സർക്കാരിന്റെ പക്കലിലേക്ക്. അതാണ് സംഭവിച്ചിരിക്കുന്നത്. ആത്യന്തികമായി ഈ ബന്ധപ്പെട്ട ഏജൻസികളുടെ എല്ലാം ക്ലിയറൻസ് വേണമല്ലോ സുജയ. അതിനുശേഷം മാത്രമേ അദാനിക്ക് ഓഹരി കൈമാറ്റം സാധ്യമാക്കാൻ കഴിയുകയുള്ളൂ. ഈ ബന്ധപ്പെട്ട ഏജൻസികൾക്ക് സംസ്ഥാന സർക്കാരിന് വേണമെങ്കിൽ വേണ്ട എന്ന് പറയാം, വേണ്ട എന്ന് പറയാം. സംസ്ഥാന സർക്കാരിന് പറയാം, അത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് എന്തെങ്കിലും സുരക്ഷാ വീഴ്ചയുണ്ടെങ്കിൽ വേണ്ട എന്ന് പറയാം. പക്ഷേ അതിനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. കാരണം മുന്ദ്ര, എന്നൂർ തുറമുഖങ്ങളിലൊന്നും ഈ സുരക്ഷാ വീഴ്ച അവർ കാണുന്നില്ല. അപ്പോൾ കേരളത്തിന്റെ കാര്യത്തിൽ മാത്രം അങ്ങനെ ഒരു സുരക്ഷാ വീഴ്ച പറയുവാനുള്ള സാധ്യതയും ഞാൻ കാണുന്നില്ല. പിന്നെ സംസ്ഥാന സർക്കാരിന് ഇതിന് അനുമതി നിഷേധിക്കണമെങ്കിൽ ഇത് AICC നേതൃത്വം ഇങ്ങനെ പറഞ്ഞു, അത് കാരണം ഞങ്ങൾക്ക് അനുമതി തരാൻ പറ്റില്ല എന്ന് പറയാൻ കഴിയില്ല. നിയമപരമായ ബാധ്യതയുണ്ട്. സംസ്ഥാന സർക്കാരിന് വളരെ കൃത്യമായി വിശദീകരിക്കേണ്ടി വരും എന്തുകൊണ്ട് എന്ന് പറയേണ്ടി വരും. അദാനി വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അദാനിയുമായി കരാറിൽ ഏർപ്പെടുന്നതിന് പ്രശ്നമില്ല. പക്ഷേ അദാനി ഓഹരി വിൽക്കുന്നതിലാണ് കുഴപ്പമെങ്കിൽ അത് സംസ്ഥാനത്തിന് വ്യക്തമായി ചൂണ്ടിക്കാട്ടേണ്ടി വരും എന്തുകൊണ്ട് എതിർക്കുന്നു എന്നുള്ള കാര്യം. ഓക്കെ, ഈ കരാർ എന്തായാലും അന്തിമമായ സാധ്യതയുണ്ട്. അനാവശ്യ കാര്യത്തിനുള്ള എതിർപ്പ് എന്നുള്ളതല്ല, അതിലൊരു ക്ലാരിറ്റി വരുത്തുക എന്നത് ഒരു സംസ്ഥാന സർക്കാരിന്റെ, സാധാരണക്കാരായ ഞാനും നിങ്ങളും അടങ്ങുന്ന പൗരന്മാരുടെ നികുതി വാങ്ങുന്ന ഒരു സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. അത് അവർ നിർവഹിച്ചേ പറ്റൂ. അതെന്തായാലും VD സതീശൻ ഇപ്പോൾ കൃത്യമായി ചെയ്യാൻ പോവുകയാണ്. സമ്മർദ്ദങ്ങൾ കൂടി അടിസ്ഥാനത്തിൽ ഇത് BJP സർക്കാരല്ല ലക്ഷ്മി. ഈ പ്രൊസീജിയറൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ശരി ലക്ഷ്മി, ഞാനൊരു തർക്കത്തിലില്ല ലക്ഷ്മി. അങ്ങനെയാണെങ്കിൽ അദാനി ഇപ്പോൾ ഈ കത്ത്, ഈ അപേക്ഷ കാര്യവുമില്ല. ലാപ്സ് ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ആഡ് ഓൺ ചെയ്യുന്നത്. ഈ നടപടിക്രമങ്ങളിൽ ഉണ്ടായ വീഴ്ച കൊണ്ടാണ് വീണ്ടും അദാനിക്ക് അത് പുതുക്കി നൽകേണ്ടി വന്നത് എന്നത് മനസ്സിലാക്കുമെന്ന് ഞാൻ കരുതുന്നു. ഇന്നത്തെ ബിഗ് എഡിറ്റോറിയൽ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം അന്വേഷണവുമായി അപർണ കാർത്തിക. നമസ്കാരം.